നന്ദി കർത്താവെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. എന്റെ കൂടെ ഇത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അനുവാദമില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ വീര്യപ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ദൈവം നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. കർത്താവിൽ നമുക്ക് വലിയ കൃപകളാൽ നമുക്ക് നിറയാം. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ദൈവമക്കൾ മുന്നോട്ട് പോകുക. ദൈവകൃപ നമ്മുടെ കൂടെ ഇന്ന് നടക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ വചനത്തിലേക്ക് അതിന് പോകാം. അതിനുശേഷം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം അനുഗ്രഹമായി തന്നെ നമ്മുടെ ജീവിതം നടത്തുന്നല്ലോ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഈ നിമിഷം മുതൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവമക്കൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവ് ഈ സമയത്ത് തന്നെ നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കരം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഞാൻ വേഗത്തിൽ ഇന്ന് ആ വാക്യമെടുക്കാം. എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമല്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടുവിട്ട് പോയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാൻ സാധ്യതയുള്ള ഒരു ചിന്ത. ഞാനൊരു വ്യക്തിയുടെ ഒരു യാദൃശികമായിട്ടൊരു സ്റ്റാറ്റസ് ഇങ്ങനെ കാണാൻ ഇടയാത്തത് ഞാനത് കഴിഞ്ഞ സൂചിപ്പിച്ചായിരുന്നു. അപ്പം അതിൻ്റെ അകത്തൊരു വ്യക്തി, ഒരു ദേവദാസൻ, അദ്ദേഹം ഇങ്ങനെ പറയുവാണ്, നമുക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടും. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലേ, നമ്മളെ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച ഒരു ഇരുമ്പ് പോലെ ദൈവം നമ്മളെ ആക്കിയെടുക്കും എന്നൊക്കെ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം വലിയ പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? പണിതെടുക്കും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ആ വ്യക്തി പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ഡിപ്രഷനിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു തകർച്ചയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു BGM ഒക്കെ ഇട്ട് ആ ഒരു വീഡിയോയ്ക്കകത്തൊരു BGM ഒക്കെ ഇട്ട് നമ്മളെ ഇമോഷണലി ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും അത് കേൾക്കുന്ന ആൾക്കാർക്ക് ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടണമെന്നൊരാഗ്രഹമുണ്ടെങ്കിലും ആ ഒരു വാക്ക് നിങ്ങളെ ഭയപ്പെടുത്തുവോ ഇല്ലയോ? നിങ്ങൾ പറ. പ്രതിസന്ധികളിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം വന്നോ ഇല്ലയോ? സ്വാഭാവികമായിട്ടും ഭയം വരാൻ കാരണം നിങ്ങളുടെ വിളി അതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വാക്ക് എടുത്തിട്ട് അതിലേക്കൊന്ന് വരാം. പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ചില ധാരണകൾ മാറാതെ ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാനിത് ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, നമ്മുടെ വിശ്വാസത്തെ ഇതെല്ലാം ബാധിക്കുവാൻ വളരെ സാധ്യതയുണ്ട്. ഞാൻ അതിനായിട്ടൊരു വാക്യം എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 25 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത് ആകുന്നു, ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതാകുന്നു. ആമേൻ. ഇവിടെ ഇത് പറയാൻ കാരണം, ദൈവത്തിന്റെ ബലഹീനത പറയാൻ കാരണം തൊട്ടുമുഴുത്ത വാക്യത്തിൽ ക്രൂശിന്റെ വചനത്തെ പറ്റി പറഞ്ഞാണ് പൗലോസ് ലീഗ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നിരിക്കുന്നത്, ജാതികൾക്ക് അത് ഭോഷത്വമെങ്കിൽ യഹൂദനാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും ക്രിസ്തുവാണ്.
എന്നിട്ട് താഴെ പറയുന്നു ദൈവത്തിന്റെ പോഷത്വം. അപ്പൊ ദൈവത്തിന്റെ പോഷത്വം എന്ന് പറയാൻ കാരണം ദൈവം പോഷത്വം പറഞ്ഞു എന്നൊരർത്ഥമല്ല. യേശുവിന്റെ ക്രൂശെ നോക്കിയിട്ട് പൗലോസ്ലിഹ പറയും, ഇതാ രക്ഷ, ഇതാ രാജാവ്, ഇതാ രക്ഷകൻ, ഇതാ ജയാളി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ. ദൈവമേ, ഈ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് മുറിവേറ്റ് അർത്ഥനഗ്നനായി കിടക്കുന്ന ഈ വ്യക്തി, ഇപ്പൊ ആദ്യമായിട്ട് യേശുവിനെ കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ സംശയം വരത്തില്ലേ? നമ്മുടെ ചിന്തയിൽ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ സുമുഖനായ, നല്ല വീരനായ ഒരു വ്യക്തിയുടെ മുഖം വരുമ്പോൾ നമ്മളോട് പറയുന്നു നമ്മുടെ രാജാവ് യേശുവാന്ന് പറയുമ്പോൾ ഇത് ക്രൂശിലേക്ക് നോക്കാനാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ ക്രൂശിലേക്ക് നോക്കുമ്പോൾ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട്, മുള്ളാണി തലയിൽ തറയ്ക്കപ്പെട്ട് ശരീരം മുഴുവൻ രക്തത്താൽ നിൽക്കുന്ന ഒരു യേശുവിന്റെ ചിത്രം കാണിക്കുക. ക്രൂശിന്റെ വചനം എന്നാണ് പൗലോസ് പറയുന്നത്. ശ്രദ്ധിച്ച്, ഉറക്കം വരുന്നവരെ നിങ്ങൾ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ, ശ്രദ്ധിച്ചോണേ. കുഴപ്പമില്ല, ഉറങ്ങിക്കൂ, പിന്നീട് എപ്പോഴേലും കേട്ടാൽ മതി. ശ്രദ്ധിച്ചോണെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ അപ്പൊ നമുക്ക് ലോകപ്രകാരം. അതുകൊണ്ടാണ് പലരും പറയത്തില്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ. എന്നോടൊരു സഹോദരി ചോദിച്ചു, പുള്ളിക്കാരി മറ്റൊരു വിശ്വാസി വന്നതാണ്. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ചോദിച്ചു, യേശുവിന് തന്നെത്താൻ രക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാണോ നിങ്ങളെ രക്ഷിക്കണമെന്ന് കളിയാക്കി ചോദിച്ചു. അപ്പൊ ആളുകളുടെ ചിന്തയിൽ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പാപത്തിന്റെ ശമ്പളമായ മരണം അത് അനുഭവിക്കണം. അതിന് യേശു ക്രൂശിൽ മരിച്ചേ കഴിയത്തുള്ളൂ. എന്നാൽ യേശു തന്റെ ജഡത്തിൽ ഭൂമിയിൽ വന്നതുകൊണ്ട് ശരീരത്തിൽ വേദനയിലൂടെ കടന്നു പോകുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വചനത്തിൽ പറയത്തില്ലേ, സാക്ഷാൽ അവൻ നമ്മുടെ വേദനകൾ വഹിച്ചു. രോഗികളോട് ഞാൻ എപ്പോഴും നിർബന്ധം പറയാറില്ലേ, കൈവച്ച് പറയണം, ഞാൻ വേദന അനുഭവിക്കത്തില്ല. യേശുവിന്റെ നിലവിളി കേൾക്കണം പ്രാർത്ഥിക്കുമ്പോൾ. ആ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ഡോക്ടർ പറയുക ഇത് ജന്മത്തിൽ മാറത്തില്ല, മരിക്കും നിശ്ചയമെന്ന് പറയുമ്പോൾ ബ്രദറെ മെഡിസിൻ മേടിക്കാൻ പോലും കാശില്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ വേണ്ടി, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടി അല്ല നിങ്ങൾ നടക്കേണ്ടത്. യേശുവിന്റെ ക്രൂശേ നോക്കുക. ആ വേദന കൊണ്ട് പൊളയുന്ന ശരീരത്തെ നോക്കിയിട്ട് പറയണം, ഈ വേദന എൻ്റെ വേദന മാറ്റാൻ വേണ്ടിയാണ്, ഈ മുറിവ് എൻ്റെ രോഗം മാറ്റാൻ വേണ്ടിയാണ്. ഈ ഒരു ഉറപ്പ് പൗലോസ്ലിഹ ഇങ്ങനെ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ലോകത്തിന് പോഷത്വമാണ്. അവിടെ പറയുവാണ് ദൈവത്തിന്റെ പോഷത്വം മനുഷ്യന്റെ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതാണ്. കണ്ടോ? അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും യേശുക്രിസ്തു ആയുധവർഗം വെപ്പിച്ച് യെരൂശലേമിൽ പ്രസംഗിച്ചപ്പോഴല്ല, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തപ്പോഴല്ല, അത്ഭുതം ചെയ്തപ്പോഴല്ല, 3 ആണിമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ വചനം പറയുന്നവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് എപ്പോൾ? അത്ഭുതം ചെയ്തപ്പോഴല്ല, ക്രൂശിൻ കിടന്നപ്പോൾ. അപ്പൊ ഇത് ബലഹീനതയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയ ബലമാണ്. ആമേൻ. ഇനി അടുത്തത് നമ്മൾക്ക് വേണ്ടിയുള്ള ദൂതാണ്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആരാന്നറിയണം. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര സംഭവമാണ്. അപ്പോസ്തലനായ പൗലോസ്ലിഹ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെ. നമുക്കറിയാലോ, ലോകത്തിൽ ഭയങ്കര ബുദ്ധിമാന്മാരുടെ ഒരു എണ്ണം എടുത്താൽ അതിൻ്റെ അകത്ത് 100% ബുദ്ധിമാന്മാരില്ല. വചനം പറയുന്നു ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഇല്ല. ഇപ്പൊ ഒരു PSC പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എല്ലാവരും PSC പരീക്ഷ ജയിക്കുന്നില്ല, ചിലർ മാത്രം ജയിക്കുന്നു. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഇല്ല. അപ്പൊ 100% പഠിച്ചു പോയി എഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്. അടുത്ത വാക്യം, ബലവാന്മാരേറെ ഇല്ല. കണ്ടോ? കുലീനന്മാരേറെ ഇല്ല. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ വിളിയെ നോക്കാൻ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. കണ്ടോ? ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും ഏതുമില്ലാത്തതിനെ, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24, 25, 26, 27, 28 വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം. അപ്പൊ നിങ്ങളെ എന്നെ പറ്റി പറയുക, ഞാൻ പല വട്ടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പൊ ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ്? ലോകത്തിൽ ബുദ്ധിമാന്മാർ ലിസ്റ്റിൽ നമ്മളില്ല പ്രിയരെ. ലോകത്തിലെ ജ്ഞാനികളുടെ ലിസ്റ്റിൽ നമ്മളില്ല. ലോകത്തിൽ കുലഹീനന്മാരുടെ ലിസ്റ്റിൽ നമ്മളില്ല. ലോകത്തിൽ നമ്മൾ എവിടെയാ ഉള്ളതെന്നറിയാവോ? കുലഹീനനും നികൃഷ്ടനും ഏതുമില്ലാത്ത കൂട്ടത്തിൽ നമ്മുടെ പേര് ഒന്നാമതുണ്ട്.
കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെയും അവന് തകർച്ച കൊടുക്കാന്ന് വിചാരിച്ചു. നോക്കിക്കേ, ലോകത്തിലെ ജ്ഞാനിയല്ല ഞാൻ, ലോകത്തിലെല്ലാം തികഞ്ഞവനല്ല ഞാൻ, ലോകത്തിലെ ബുദ്ധിശാലി അല്ല ഞാൻ, ലോകത്തിൽ കുലഹീനനായവൻ, നികൃഷ്ടനായവൻ, ഏതുമില്ലാത്തവൻ, യൂസ്ലെസ് ആയവൻ. ഇതിനെ ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? എന്റെ കൂടെ പറ, ഇതിനൊന്നും ചെയ്യാനില്ലെന്ന് പറ. ഇതിനൊന്നും ചെയ്യാനില്ല. ഇതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ നോക്കിയിട്ട് ഇതിനെന്നെ മുഴുവൻ തകർന്നു കിടക്കുക. മുഴുവൻ തകർന്ന് തരിപ്പടമായി കിടന്ന എന്നെ യേശു വിളിക്കുന്നു, എന്നെ അനുഗമിക്കുക. കണ്ടോ? അപ്പൊ ഇങ്ങനെ വന്ന നിങ്ങളെ ഇനി തകർക്കാൻ യേശുവിന് പറ്റത്തില്ല. ഇനി തകർക്കാനൊന്നും ഇല്ല. നമ്മളെ വല്ല ഉണ്ടെങ്കിൽ വേണ്ടേ തകർക്കാൻ. ഇവിടെ പറ, വല്ല ഉണ്ടെങ്കിൽ വേണ്ടേ തകർക്കാൻ. കാര്യം ഞാൻ ജ്ഞാനിയല്ല, ബലവാനല്ല. നോക്കിക്കേ, ബലവാനല്ല, ഞാൻ ശ്രേഷ്ഠനല്ല, ഒന്നുമല്ലാത്ത ഒന്നാ ഞാൻ. അപ്പൊ എന്നാ ചോദിക്കും, ഒന്നുമല്ലാത്ത ഒന്നാ. അപ്പൊ ഈ വ്യക്തി, നിങ്ങൾ എപ്പോഴും നമ്മൾ ഒന്നുമല്ല, നമ്മൾ ദൈവസന്നിധിയിൽ. അപ്പൊ എന്റെ ചോദ്യം, കർത്താവ് എന്തിനാ യൂസ്ലെസ് ആയി എന്നെ തെരഞ്ഞെടുത്തത്? ഒരു ഗുണവും ഇല്ലാത്ത ദൈവം എന്തിനാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്? ചോദ്യം ചോദിക്കണം ദൈവത്തോട്. കർത്താവേ, ഈ വീടിന്റെ അകത്ത് ഭർത്താവ് പറയുന്നു നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഭാര്യ പറയുന്നു അച്ഛനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, മക്കള് പറയുന്നു നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഓഫീസിൽ അവർ പറയുന്നു എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എല്ലാവരും പറയാ, നീ ഒരു മണ്ടിയ, നീ ഒരു മണ്ടന, നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. കർത്താവേ, എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? നാട്ടുകാരെല്ലാം നിങ്ങളെപ്പറ്റി ഇത് പറയുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ യേശുവിനെ ആരാധിക്കാൻ പറ്റിയത് തമ്പുരാൻ നോക്കി തെരഞ്ഞെടുത്തതാ. എന്തിനാണെന്നറിയാവോ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. കൊണ്ട് അവർ ലജ്ജിക്കും. നിങ്ങളുടെ വളർച്ച കണ്ട്, നിങ്ങളുടെ നന്മ കണ്ട് ജ്ഞാനി ലജ്ജിക്കും. നിങ്ങളെ ദൈവം ഉയർത്തുന്നത് കണ്ട് ജ്ഞാനി ലജ്ജിക്കും. നോക്കി ആ വാക്ക് കണ്ടോ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ. 26 നോക്കിയേ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. വാക്ക് കണ്ടോ? 1 കൊരിന്ത്യർ 1:27. ജ്ഞാനികൾ ലജ്ജിക്കും നിങ്ങളുടെ വളർച്ച കൊണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം വാക്യം വായിക്കുമ്പോൾ, ഗന്നസരെ തടാകത്തിൽ കരയിൽ നിൽക്കുമ്പോൾ വലിയ പുരുഷാരം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. വലിയ പുരുഷാരം യേശുവിന്റെ പുറകെ. എന്റെ കടണേ, യേശുവിന്റെ പുറകെ ഭയങ്കര ഒരു പുരുഷാരം. എന്നാൽ 2 പടകിൻ കരയിൽ മീൻ പിടിക്കുന്ന പത്രോസും കൂട്ടരും. എന്റെ ചോദ്യം, വലിയ കൺവെൻഷൻ നടക്കുമ്പം അവിടെ പോലും പ്രാർത്ഥനയ്ക്ക് പോകാത്ത 2 പേര് കണ്ടോ? ഇവിടെ യേശുവിന്റെ പുറകെ വചനം കേൾക്കാൻ വേണ്ടി പല ആൾക്കാർ പുറകെ വരുമ്പോ ഇവിടെ 2 പേര് മീൻ പിടിക്കാൻ വേണ്ടി പോവാ. കണ്ടോ? പോഷന്മാരല്ലേ. എന്റെ ഭാഷ പറഞ്ഞാൽ എന്തൊരു പോഷത്വം. അവിടെ ചെന്ന് കൈവപ്പ് മേടിച്ചൊരു അത്ഭുതം കേൾക്കാൻ വേണ്ടി നിൽക്കാനുള്ളതിന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ കർത്താവിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിക്കും. അപ്പൊ ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറി ഇരിക്കുമ്പോൾ നമ്മൾ പൗഡറൊക്കെ ഇട്ട് നമ്മൾ മിടുക്കന്മാരായിട്ട് മുടിയൊക്കെ ചെയ്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചിരിക്കുമ്പോഴേക്ക് ഓർത്തോണെ തമ്പുരാൻ പുറകെ വന്ന് ഒന്നിനും കൊള്ളാത്തതിനെ കണ്ടുപിടിച്ച് നല്ല ഒന്നാന്തരമായി പിടിച്ചിരുത്തിയൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്നും പുകഴുവാനില്ല. എപ്പോഴും ഓർത്തോണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിലേക്ക് വരുമ്പം നാട്ടുകാർ പറയുമ്പോൾ ഓർത്തോണം, ദൈവം തെരഞ്ഞെടുത്തതാ. കർത്താവ് അവിടെ നിങ്ങളുടെ പഞ്ചായത്തിൽ വലിയ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല കേട്ടോ, അവരൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം യേശുവിനെ അറിഞ്ഞ് നിങ്ങളിലൂടെ അവരെ രക്ഷിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല, എന്റെ ബ്രദറെ പണ്ട് ഗിരിയോൻ പറഞ്ഞതുപോലെ, കർത്താവെ, ഞാൻ എൻ്റെ കുലത്തിൽ ഏറ്റവും ചെറിയവനും എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞവനാ ഞാൻ. തമ്പുരാൻ പറഞ്ഞു, നീയാ പരാക്രമശാലി എന്ന് പറഞ്ഞു. കണ്ടോ? വീരന്മാരില്ലാഞ്ഞിട്ടല്ല പാരമ്പര്യത്തിന്റെ അകത്ത്, അവരെ ഒന്നും തമ്പുരാൻ നോക്കുന്നില്ല. പകരം തമ്പുരാന് വേണ്ടത് ബലഹീനനെയാണ്. ഇവിടെ നോക്കിക്കേ, യേശുവിന്റെ പുറകെ വലിയ പുരുഷാരമുണ്ട്. തമ്പുരാന് വേണമെങ്കിൽ അവരെ കൈവെപ്പിച്ചിട്ട് ഒരു അഭിഷേകം പകർന്നു കൊടുത്തിട്ട് പോയി സുവിശേഷം പറഞ്ഞാൽ മതിയായിരുന്നു. നോക്കിക്കേ, യേശുവിന്റെ പുറകെ കൂടുന്ന ആൾക്കാരുണ്ട്. തമ്പുരാൻ അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്നല്ല, അവരെ ഒന്നും തെരഞ്ഞെടുക്കുന്നില്ല. അവരെല്ലാം മൈൻഡ് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നില്ല. അവിടെ 2 പടക് കരയിൽ നിൽക്കുന്നതും കണ്ടു. അവയിൽ മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകുന്നുണ്ട്. ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കിയാൽ, മീൻപിടുത്തക്കാരെ സൂം ചെയ്താൽ അതിൽ ഷീമോനുള്ള ഒരു പടകിൽ കണ്ടോ? ഇപ്പൊ കുറേ മീൻപിടുത്തക്കാരുണ്ട് അവിടെ ലോകത്തിലെ ഏറ്റവും ബലഹീനനെ കണ്ടുപിടിച്ചു. എന്റെ കൂടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ബലഹീനനെ കണ്ടെന്ന് പറ. ഞാൻ യെരൂശലേമിലെ ഏറ്റവും ബലഹീനനെ യേശു സൂം ചെയ്യുക. കുറേ മീൻപിടുത്തക്കാരും നാട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും, യേശുവിന്റെ കൂടെ കുറെ പേരുണ്ടെങ്കിലും യേശു ഒന്ന് സൂം ചെയ്യുക.
ആദ്യം പറഞ്ഞു മീൻപിടുത്തക്കാര് വല കഴുകുന്നു. പിന്നെ കർത്താവ് ഒന്ന് സൂം ചെയ്യുക, പടകുകളിൽ ശീമോനുള്ള ഒന്നി കയറി കരയിലേക്ക് അല്പം നിങ്ങളൊന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ പ്രസംഗം മൊത്തം നമുക്കറിയാം അല്ലേ. യേശു വചനം പറയുന്നു, പത്രോസ് വല കഴുകുന്നു. ഒന്നാമത്തെ നോക്കി, ഭയങ്കര വചനം പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? പത്രോസിലേക്ക് വല കഴുകിക്കൊണ്ടിരിക്കുക. പത്രോസിന്റെ മനസ്സിലൊന്നും വചനമൊന്നും ഇല്ല. വചനം കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സ് മൊത്തം നാളെ എങ്ങനെ, ഇന്ന് മീൻ കിട്ടിയില്ല, ഇന്ന് എങ്ങനെ പലിശക്കാരന് കാശ് കൊടുക്കും. കണ്ടോ, ഓൾറെഡി തകർച്ചയില്ല. രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഭാരപ്പെട്ട് കൊച്ചിന് ഫീസ് എങ്ങനെ അടയ്ക്കും, ആ കാര്യം എന്തടയ്ക്കും, ഇത് ഓൾറെഡി തകർന്നിരിക്കുക പത്രോസ്. അതുകൊണ്ട് എന്ത് പറ്റുന്ന, വല കഴുകുക, നാളെയെങ്കിലും മീൻ കിട്ടിയാൽ മതി എന്ന ചിന്തയിലിരിക്കുന്ന പത്രോസിനെയാ യേശുവിന് വേണ്ടത്. പിന്നെയും തകർക്കാൻ വേണ്ടിയാണോ? പിന്നെയും പണിതെടുക്കാൻ വേണ്ടിയാണോ? പിന്നെയും ഉടയ്ക്കാൻ വേണ്ടിയാണോ? അല്ല, തമ്പുരാന്റെ കൃപയൊന്ന് വെളിപ്പെടുത്തണം. മനസ്സിലായോ? നോക്കി, ഇവിടെ വാക്യം നോക്കിയേ. ശീമോനോട് പറഞ്ഞു, നമുക്കറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് പത്രോസ്ലീഹ പരാതി പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. അവിടെ വചനം പറയുന്നു, വലിയ മീൻകൂട്ടം, നമുക്കറിയാം കർത്താവിന് ഒരു അത്ഭുതം അവിടെ ചെയ്യും അല്ലെ, യേശു ഒരു അത്ഭുതം ചെയ്യുക. അപ്പൊ ഇനി യേശുവിനെ വേണമെങ്കിൽ പറയാം, പത്രോസെ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ, അതിന് നീ ആദ്യം ഞാൻ നിന്നെ എന്തെന്നറിയോ, നിന്നെ അങ്ങ് തകർക്കാൻ വേണ്ടി പോവാ, നിന്റെ ബോട്ട് അങ്ങോട്ട് കത്തിക്കാൻ പോവാ ഞാൻ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ബുദ്ധിമാനാണെ പറഞ്ഞാന്, ഭയങ്കര വീരം പറഞ്ഞാന്, സാരമില്ല പോട്ടെ, യേശുവിന് വേണ്ടിയല്ലേ. പത്രോസ് ദേഷ്യപ്പെടും, ചിലപ്പം സങ്കടപ്പെടും, കരയും. കാര്യം പുള്ളി ബലഹീനനാ. കർത്താവ് അപ്പൊ ബോട്ട് കത്തിച്ചിട്ട് പറയാം, നീ എന്റെ കൂടെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഉറപ്പായിട്ട് പറയാം, പത്രോസിലേക്ക് പറയാം, എന്റെ കർത്താവ് എനിക്കറിയത്തില്ല. കാര്യം എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണ്, നമ്മൾ മണ്ടന്മാരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. എപ്പോഴും ഓർത്തണം, ജ്ഞാനി കളിക്കരുത്, ശ്രേഷ്ഠം കളിക്കാൻ പോകണ്ട. നമ്മളൊന്നുമല്ല പ്രിയരെ. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ തമ്പുരാൻ കണ്ടുപിടിച്ചത് ബലഹീനനെ, അല്ലാതെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ തമ്പുരാൻ അതിനേക്കാൾ ബലമുള്ളവനെ നോക്കിപ്പോയില്ല. ഫറവോന്റെ മുമ്പിൽ നിർത്താൻ തമ്പുരാന് 80 വയസ്സുള്ള വിക്കനായ മോശ മതി. മോശ എന്നാ പറഞ്ഞെന്നറിയാവോ? എന്റെ സഹോദരൻ അഹരോൻ മിടുക്കനവൻ. എന്റെ കർത്താവേ, അവന്റെ വാക്ക് കേട്ടാൽ ഏത് വ്യക്തി വിശ്വാസത്തിലേക്ക് വരും, ഏത് ഫറവോനെ കറക്കി വീഴ്ത്തും. ഞാൻ അവിടെ ബബ്ബ വെച്ച് പറഞ്ഞു വരുമ്പോഴേക്കും ഫറവോൻ എന്നെ തല്ലി ഉറപ്പാ. പോരാത്തതിന് വയസ്സ് 80 ഓൾറെഡി വിക്കുണ്ട്, പ്രായമുണ്ട്. മോശ പറഞ്ഞു, കർത്താവ് ഒരു കാര്യം ചെയ്യ്, എൻ്റെ സഹോദരൻ, ബൈബിളിൽ ഒരു വാക്കുണ്ട്, ദൈവം കോപിച്ചു എന്നാ പറഞ്ഞത്. പിന്നെയും പറഞ്ഞപ്പോ യഹോവ കോപിച്ചു. എന്റെ കാര്യം എന്നറിയോ? മോശെ, നീ വിക്കനാന്ന് എനിക്കറിയാം, നീ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് കാണിക്കണ്ട. നിനക്ക് 80 വയസ്സുള്ള അപ്പച്ചനാന്ന് എനിക്കറിയാം, നിന്നെ കൊണ്ട് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിന്റെ ബലഹീനതയല്ല, എന്റെ ശക്തിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് മുഴുവനും. കണ്ടോ? ഹല്ലേലൂയ. മോശ പറയും, ആയ കാലത്തായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ആ കൈ വേണ്ട. ആയ കാലത്തെ കഥ പറയണ്ട. ഇപ്പം നോക്കിക്കേ, വചനം പറയുന്നു, കർത്താവ് അവിടെ ഒരു പെരുത്ത മീൻകൂട്ടം, ആദ്യത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തമ്പുരാൻ ആദ്യം ചെയ്തത് പത്രോസിന്റെ മീൻകൂട്ടത്തെ അങ്ങോട്ട് നിറച്ചു. കണ്ടു? നമ്മൾ കേട്ടേക്കുന്നതെന്നറിയോ? ആദ്യം തകർത്തിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കുന്നു. ഇവിടെ നേരെ തിരിച്ചാ, അനുഗ്രഹിച്ചിട്ടാ വിളിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അനുഗ്രഹിച്ചിട്ടാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. പറ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. കർത്താവിന് മനസ്സിലായി, പത്രോസ്ലീഹയ്ക്ക് പിന്നെയും പ്രതിസന്ധികൾ കൊടുത്തു കഴിഞ്ഞാൽ പത്രോസ്ലീഹയ്ക്ക് കപ്പാസിറ്റി ഇല്ല. ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം, ചിലപ്പോൾ പത്രോസ്ലീഹ മാനസികമായി തകർന്നു പോയേക്കാം. തമ്പുരാന് മനസ്സിലായി, പത്രോസ്ലീഹയ്ക്ക് വേണ്ടത് ബലമാണ്. അവിടെ തമ്പുരാൻ എന്ത് ചെയ്തു? ആദ്യം പത്രോസ്ലീഹയുടെ, അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന തെറ്റായ ഈ ദൈവം എന്നെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പാട്ടൊക്കെ പാടുമ്പം എന്നെ പാട് നല്ല പൊന്നാക്കി മാറ്റണം എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ചിന്തയിൽ നമുക്കിങ്ങനെ ശോധനകളും വേദനകളും ഒക്കെ തരുന്നതിന്റെ കാര്യം ദൈവം എന്നെ ഉപയോഗിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നു പ്രിയരെ, തകർച്ചയിൽ നിന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ആദ്യം പറഞ്ഞ വാക്കുകൊണ്ടോ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഞാൻ ഓർത്തു തമ്പുരാൻ എന്നെ വിളിച്ചത് നാട്ടിലെ ഏറ്റവും നല്ല ആള് ഞാനാന്ന് വിചാരിച്ച. ബൈബിൾ പറയുന്നു, അല്ല, വിളിയെ നോക്കുവിൻ. വിളി നോക്കണം. നിങ്ങൾക്ക് കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. നിങ്ങളുടെ കപ്പാസിറ്റി മൊത്തം ദൈവത്തിന് അറിയാം. നമ്മൾ ആദ്യം, അതാണ് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞത്, സമർപ്പിക്കുക. ആദ്യം സ്വയം പറഞ്ഞ, കർത്താവേ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ആദ്യം നിങ്ങൾക്കകത്തൊരു ബോധം വേണം.
എന്റെ കർത്താവേ, എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ എന്റെ ദൈവത്താൽ കഴിയുമെന്ന് പറയുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറയുന്നവരേ ദൈവത്തിന്, അല്ലാതെ ദൈവത്തിന് ഇപ്പം ഉടനെ വീടിന്റെ അകത്ത് മുഴുവൻ രോഗം, പ്രതികൂലം, പ്രതിസന്ധികൾ, കുടുംബത്തിൽ വിഷയം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ വിഷയം, അപ്പൊ നിങ്ങൾ ഉടനെ പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ ഉപയോഗിക്കണം. ഉടനെ കർത്താവിനെ അറിയും, ആഹാ ഒരു കാര്യം ചെയ്യ്, ആ 2 മക്കളുടെ വിഷയം ഞാൻ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി പോവാ. കാര്യം എന്തുവാ? നിന്നെ ഉപയോഗിക്കണമെങ്കിൽ എനിക്കൊന്ന് തകർക്കണം എന്നല്ല. തെറ്റിദ്ധരിക്കരുത് പ്രിയരെ. ദൈവം നോക്കി നടക്കും ആരാ എന്റെ നാമത്തിൽ നിൽക്കുന്നത്. അവരെ തകർക്കാൻ വേണ്ടിയല്ല, ദൈവം കൊതിക്കുവാണ്. ആരെങ്കിലും, നിങ്ങൾ വെളിപ്പാട് ദിവസം നോക്കുമ്പോഴേക്കും നമുക്ക് യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുക, അല്ലാതെ ഓടി വന്ന് നിങ്ങൾ കുടുംബം മൊത്തം തകർക്കുമെന്നല്ല യേശു പറഞ്ഞേക്കുന്നത്. മുട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒന്ന് തുറക്കാൻ പറ്റുമോ? കർത്താവേ, ആ കൃപ എന്റെ മേൽ നിന്ന് ചൊരിയണമേ, നിറയ്ക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. തമ്പുരാനെ, എനിക്ക് അനേക ആത്മാക്കളെ നേടിയിരിക്കുന്ന ദേവദാസൻ അദ്ദേഹം പറഞ്ഞ, കർത്താവ് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ എനിക്ക് തന്നാൽ, അദ്ദേഹം പറഞ്ഞു, ഇത്ര എല്ലാ രാജ്യത്തും ഞാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസമോ കഴിവോ ഇല്ല. തമ്പുരാൻ എന്ത് ചെയ്തു? ആ ഭാഷാ വരത്തെ കർത്താവ് അങ്ങ് കൊടുത്തു. അദ്ദേഹം, എനിക്ക് പറയുന്നത് 10 യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അദ്ദേഹം വിസിറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ അദ്ദേഹം ക്ലാസ് എടുത്തു, ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചു. കണ്ടോ? ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇംഗ്ലീഷ് തന്നാൽ ഞാൻ അങ്ങയുടെ നാമത്തിൽ അനേകിടങ്ങളിൽ പോകാം. കണ്ടോ? പഠിക്കാൻ കഴിവുള്ള ചോദിക്കോ? ഇല്ല, ഞാൻ പഠിച്ചോളാന്ന് പറയും അല്ലേ? കഴിവില്ലാത്തവനല്ലേ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലേ? നിങ്ങൾ പറ. കഴിവുള്ളവന് പ്രാർത്ഥനയുടെ ആവശ്യം എന്തുവാ? 1 കിലോ അരി പഠിക്കാൻ കാശുണ്ട്, 500 രൂപ ഇരിപ്പുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് അരി മേടിക്കാൻ കാശ് തരാൻ പ്രാർത്ഥിക്കും? ഇല്ല. അതില്ലാതെ വരുമ്പോഴല്ലേ പ്രാർത്ഥിക്കുന്നത്. ആദ്യം മനസ്സിലാക്കണം, എൻ്റെ വിളിയെ നോക്കുവിൻ, വിളിയെ നോക്കുവിൻ. ഞാൻ ആരാണ്? ഒന്നുമല്ല, പക്ഷെ എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും. എൻ്റെ കുടുംബത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കും. എൻ്റെ പട്ടണത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കും. രാജ്യങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിക്കും. എന്നെ അപകരിക്കും. അതിനുള്ള യോഗ്യത എന്തുവാ? യേശു. എൻ്റെ യോഗ്യത. അതാ പൗലോസ് ആദ്യം പറഞ്ഞ ക്രൂശിന്റെ വചനം. ഇതെന്റെ യോഗ്യതയാ. ഈ ക്രൂശാണ് എൻ്റെ യോഗ്യത. ക്രൂശിൽ വിശ്വസിക്കും നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ക്രൂശിനെ വെളിപ്പെടുത്തിയാൽ ദൈവം ഉപയോഗിക്കും. യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആണ് യേശു പറഞ്ഞു, എന്നെ ഉയർത്തിയാൽ ഞാനും ഉയർത്തും. കണ്ടോ? എന്നെ ഉയർത്തിയാൽ ഞാനും ഉയർത്തും. ആമേൻ. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. യേശുവിനെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ ഉയർത്തും. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, നന്മ കിട്ടിയപ്പം അതുവരെ മീൻ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസ് വല കീറുമാറ് നന്മ കിട്ടിയപ്പം ശീമോനെ മറുപടി കാണണേ. ഉടനെ ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ. നന്മ കിട്ടുമ്പോൾ ആരെങ്കിലും ഇത് പറയൂ? ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത്ഭുതം കിട്ടിക്കഴിയുമ്പോൾ പലരും പറയും, പിന്മാറിപ്പോവും. ഒത്തിരി നന്മ കിട്ടിയാൽ പിന്മാറിപ്പോവും. ഇതൊക്കെ പിശാചിന്റെ പഠിപ്പീരുകളാണ്. നന്മ വരുമ്പോൾ പിന്മാറിപ്പോകും, നെകളം വരുന്നത്. അങ്ങനെയാണ് പിന്നെ അബ്രഹാം പിതാവിനെ പറ്റി പറയുന്നു, പൊന്നു വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നായിരുന്നു. 13-ാം അധ്യായം. അങ്ങനെയാണ് അബ്രഹാം പിതാവ് പിന്മാറിപ്പോകത്തില്ലായിരുന്നു. അപ്പൊ നന്മയല്ല നമ്മളെ പിന്മാറ്റുന്നത്, പകരം ദൈവമായിട്ടുള്ള ബന്ധമില്ലായ്മയാണ്. നന്മ വരുമ്പോൾ നിങ്ങൾ പിന്മാറി പോകാനാണെങ്കിൽ ദൈവം ഒരിക്കലും, ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ മക്കളാ, നിങ്ങൾ രാജകീയ പൗരോഹിത്യ വർഗമാ. ആമേൻ. നോക്കിക്കേ, അവിടെ ശിമോൻ പത്രോസിനോട്, ശിമോൻ പത്രോസ് കണ്ടിട്ട് കാൽക്കൽ വീണ്, കർത്താവേ, ഈ പാപിയായ മനുഷ്യനായ എന്നോട് എൻ്റെ അകത്തുനിന്ന് എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. യേശുവിന്റെ മറുപടി, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംക്രമം പിടിച്ചു, ഭയം വന്നു. എൻ്റെ ദൈവം, ഇത് എന്തുവാ നടക്കുന്നത്? മീൻപിടുത്തക്കാരൻ. നമ്മളിപ്പോൾ ഒരു ചൂണ്ടയായിട്ട് പോയി 10 മീൻ കിട്ടാൻ നമുക്ക് അതിശയമല്ലേ? കാരണം എനിക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാനിപ്പോൾ പോയിട്ടൊരു മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടെന്ന് വിചാരിച്ചു, എനിക്കൊരു 10 വലിയ മീൻ കിട്ടിയാൽ എനിക്ക് അതിശയം. ഇവർക്കിത് അതിശയമൊന്നുമല്ല. ഡെയിലി കടലിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാർക്ക്, നമ്മൾക്ക് ഞാൻ കടൽ തീരത്ത് ആദ്യമായിട്ട് പോയ സമയത്ത്, എനിക്ക് തോന്നുന്നത് അർത്തിങ്കൽ പോയ സമയത്ത് ആദ്യമായിട്ട് ഈ വലിയ വള്ളത്തേൽ മീൻ കാണുന്നത്, അയലയോ മത്തിയൊക്കെ ഇങ്ങോട്ട് നിറച്ചു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അങ്ങോട്ട് എക്സൈറ്റ്മെന്റ്. പക്ഷെ ആ മീൻപിടുത്തക്കാരനായ സഹോദരന്മാർക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് മീൻ, പിടയ്ക്കുന്ന മീൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രഷ് മീൻ കിടക്കുന്ന കാണുന്നത്, തെരണ്ടിയൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കാണുന്നത്.
എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ. പക്ഷെ ശിഷ്യന്മാർക്ക് ഇത് വലിയ അതിശയമൊന്നുമല്ല. വള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് നിറയുന്നൊന്നും ചാകര വരുമ്പോൾ മീൻ കിട്ടും. പക്ഷെ ഇന്ന് അവർക്ക് വലിയൊരു സംരംഭം ഉണ്ടായി. അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, ഭയം, ഇതെല്ലാം കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തത് കണ്ടോ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത നന്മ ഞാൻ കാണാൻ വേണ്ടി പോവാന്ന് പറയാം. ഇന്നേ വരെ കാണാത്ത ദൈവം, ഞാൻ ഞെട്ടുന്ന അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവാ. ഇതാണ് യേശു. എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്, എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്ങുകൾ. അല്ലാതെ ഈ ശിഷ്യന്മാർക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് ഒരു സാധാരണ രീതിയിൽ ഒരു പടക് നിറച്ചു ഒരു മീൻ കൊടുത്താൽ അവർക്ക് അതിശയമല്ല. അവർ പറയും ചിലപ്പോൾ ചാകര വന്നായിരിക്കും. പക്ഷെ ഇവർക്കിത് അതിശയം തോന്നണമെങ്കിൽ, ഇവരുടെ പ്രൊഫഷൻ അതാണ്, ഇവർക്കത് എക്സൈറ്റ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. യേശു തുറന്നാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. യേശു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ നിങ്ങളും അതിശയിക്കും. ഇതേപോലെയുള്ളതാ തമ്പുരാന്റെ പ്രവൃത്തി. നോക്കിക്കേ, ശീമോന്റെ കൂട്ടാളികൾ യാക്കോബ്, യോഹന്നാൻ എന്നീ ശെബദി മക്കൾക്കും അങ്ങനെ തന്നെ. അപ്പൊ അടുത്ത ബലഹീനന്മാരെ കണ്ടോ, അടുത്ത സൂം ചെയ്യുവാണ് യേശുവെ. അപ്പൊ അതേ കുറച്ച് പേരെ കിട്ടി. യാക്കോബ്, നമുക്ക് പരീശന്മാർ ലിസ്റ്റ് തന്നെ യഹൂദിലുണ്ട്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണാപ്പാഠം പഠിച്ച് പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്ന് യെരുശലേമില്. പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, വലിയൊരു കൂട്ടം തന്നെ അവിടെ പള്ളിയിലുണ്ട്. പോരാത്തതിന് പ്രമാണിമാർ യേശുവിന്റെ പുറകെ ഉണ്ട്. ബൈബിൾ പണ്ഡിതന്മാർ യേശുവിന്റെ കൂടെ പുറകെ വരിക. ഇവരെ ഒന്നും തമ്പുരാൻ തെരഞ്ഞെടുത്തില്ല. കാരണം യേശുവിന് ബലഹീനനെ വേണം. തമ്പുരാന് ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനനെ വേണം. അങ്ങനെ തമ്പുരാൻ തപ്പി ചെന്നപ്പം മീൻ പിടിക്കുന്ന ഈ കൂട്ടരെ കണ്ടു. മീൻ പിടിക്കുന്ന തൊഴിലാളികളെ കണ്ടെന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ആ പട്ടണത്തിൽ ഏറ്റവും ബലഹീനന്മാരവരാ. അവർ മീൻ പിടിച്ചുകൊണ്ടല്ല ബലഹീനന്മാരായത്. പകരം കർത്താവിന് മനസ്സിലായി ഇവര് കൊള്ളാം. എന്തിന് തമ്പുരാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? എന്റെ ചോദ്യം, എന്തിന്? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിപ്പാതിരിപ്പാൻ. എൻ്റെ പ്രാർത്ഥന കൊണ്ടാണത് കിട്ടിയത്. എൻ്റെ വിശ്വാസം കൊണ്ടാണത് കിട്ടിയത്. എൻ്റെ ആ ദൈവസന്നിധി ഞാൻ എരിവോടെ നിന്നത് കൊണ്ടാണ് കിട്ടിയത്. ഇതൊന്നും പറയാൻ നമുക്ക് ഒരു വകുപ്പുമില്ല. കൃപയാലാണേ, കർത്താവിൻ്റെ കൃപയാലാണേ. ബൈബിൾ പറയുന്ന കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നതിന് പ്രശംസിപ്പാൻ ഒരു കാരണവുമില്ല. കൃപയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു യേശുവിന്റെ മറുപടി. യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ വിട്ടു പോണം. അടുത്ത വാക്യം, പിന്നെ അവൻ പടകുകളെ കരക്കടുപ്പിച്ചു സകലതും വിട്ട് യേശുവിന്റെ പുറകെ വന്നു. അടുത്ത വാക്യത്തിൽ അവർ ഒരു പട്ടണത്തിരിക്കുമ്പോൾ നോക്കി, തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, കാൽക്കൽ വീണ് എന്നെ എന്ത് ചെയ്യണം? വിട്ടു പോകണം എന്ന് പറഞ്ഞു. എന്നെ വിട്ടു പോണമേ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നോക്കിക്കേ. ഈ വാക്കുണ്ടോ? ശീമോനും കൂടെയുള്ള യാക്കോബ്, യോഹന്നാൻ എന്നിവർ ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നുണ്ട്. ഇതുപോലെ ആത്മാക്കളെ കിട്ടാൻ വേണ്ടി പോവാ. ഇപ്പൊ നിങ്ങൾ മീൻ പിടിച്ചില്ലേ? എക്സൈറ്റ്മെന്റിൽ വല കീറുമാറ്. ഇതേപോലെ നിങ്ങൾ മീൻ പിടിക്കുന്നത് പോലെ ആത്മാക്കളെ പിടിക്കാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് പിടിച്ച ആരെങ്കിലും ഒക്കെ കുടുംബത്തിന് തുടങ്ങാൻ വേണ്ടി പോവാ. മാനസാന്തരം ഒന്നാമേൻ പറഞ്ഞ് പിടിച്ച് യേശുവിനകത്ത് വല കീറുമാർ ആത്മാക്കൾ. നിങ്ങളെ വചനം കണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ടായി. ഇവർക്ക് അതിശയമുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ കർത്താവ് പറയണേ, ഇതേപോലെ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കണ്ടോ യേശുവിന് നാമത്തിൽ. അപ്പം 4 3 2 പേര് പാട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല പ്രിയരെ. പട്ടണങ്ങളെ വലയിട്ട് പിടിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമുള്ളവരാ നിങ്ങൾ സാധാരണ വിശ്വാസിയൊന്നുമല്ല. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാണ്. എന്റെ അർത്ഥം മനസ്സിലായോ? അനേകരെ നേടാൻ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. വല കീറുമാറ് ആത്മാക്കൾ നിറയും. അപ്പൊ കണ്ടോ, അപ്പൊ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആദ്യം മനസ്സിലാക്കണം എന്റെ കപ്പാസിറ്റി. ഇനി എന്നെ ഒന്നും ചെയ്യാനില്ല തമ്പുരാന്. വന്ന വഴി മറക്കരുത് പലപ്പോഴും പറയത്തില്ലേ? യഹോവ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, ഓർക്കണം. ഇപ്പൊ എന്താ കാര്യം? എവിടുന്നാ വന്നെന്ന് ഓർക്കണം. 10 രോഗി സൗഖ്യമാകുമ്പോഴേക്കും കർത്താവിന്റെ കൃപ, ഞാനിപ്പോ ആരാന്നറിയാവോ? ആരാ ഒന്നുമല്ല. സ്വർഗം നോക്കും ഇപ്പോഴും 0 തന്നെ. നമ്മൾ എവിടുന്നാ വന്നത്? അവിടെ തന്നെയാ. എന്ന കൃപ കൊണ്ട് നമ്മളെ ബൗണ്ട പോലെ പറഞ്ഞത്, എന്റെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി പറയണം. എന്റെ കുടുംബത്തിൽ അച്ചായനെയും കുഞ്ഞുങ്ങളെയൊക്കെ നേടാൻ വേണ്ടി യേശു എന്നെ കണ്ടത് ആദ്യം പറഞ്ഞു പഠിക്കണം.
എന്റെ അയൽവക്കത്തിൽ അയ്യോ ബ്രദർ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, അവരൊന്നും പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും വരത്തില്ല. വാ കൊണ്ട് പറയരുത്, തമ്പുരാൻ അവരെ അയൽവക്കത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ. മനസ്സിലായോ? എന്റെ പട്ടണം ബ്രദറെ സുവിശേഷത്തിന് ഭയങ്കര എതിർപ്പുള്ള പട്ടണ ബ്രദർ, ഇവരെല്ലാം സുവിശേഷ വിരോധികളാ, ഭയങ്കര എതിർപ്പ്. എന്റെ പ്രിയരെ, നിങ്ങളെ അവിടെ കൊണ്ട് ഇടകുന്ന അവരെ പിടിക്കാനാ. അവരെ പിടിക്കാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, അവരെ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാക്കുക. ബലം പിടിക്കാൻ പോകണ്ട. നിങ്ങൾ പോയിട്ട് അവിടെ പോയി ബെഗ് ചെയ്യണ്ട. അയ്യോ ഒന്ന് വരാവോ, ഞങ്ങൾ യേശുവിനെ ഇപ്പൊ തെളിയിക്കാൻ വേണ്ടി യേശു ആരാന്നറിയാവോ, വലിയ ജ്ഞാനി കളിക്കരുത്. അവിടെ പോയി കൃപ കൊണ്ടാ സുവിശേഷം അറിയിക്കുന്നത്, കൃപ കൊണ്ട്, കൃപയാല. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വാ തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിന്റെ മേൽ കേട്ട വചനങ്ങളെയും ആത്മാവിന്റെ അഭിഷേകത്താലും പരിശുദ്ധാത്മാവ് സംസാരിച്ചോളും. നിന്നു കൊടുത്താൽ മതി. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക, പട്ടണത്തിൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക. അല്ലെ തമ്പുരാൻ അവിടെ തന്നെ കൊണ്ടുവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പറ. നമ്മൾ പറയും ബ്രദറെ ഞാൻ ഇവിടെ ഒന്ന് പെട്ടുപോയി ബ്രദറെ. അല്ല പ്രിയരെ, അല്ല. യേശുവിനെ കർത്താവ് രക്ഷിതാവ് ചിലർ പറയും ബ്രദറെ, ഞാൻ ആ തിരുവല്ലയിലോ പത്തനംതിട്ടയിലൊക്കെ ആണെങ്കിൽ എന്തോരം വിശ്വാസമുള്ള ഏരിയ, അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ ഒരു ആരാധനയുണ്ട്. പക്ഷെ എന്നെ കൊണ്ടുവന്ന് കർത്താവ് ഒരു പ്രാർത്ഥന പോലും ഇല്ലാത്ത ആൾക്കാരുടെ കൊണ്ടിട്ടല്ലോ. എൻ്റെ പ്രിയരെ, അവിടെ വല കീറുമാറ് പെരുത്ത മീൻകൂട്ടത്തിനെ പിടിക്കുവാൻ കർത്താവ് കണ്ട ബലഹീനനാണ് നിങ്ങൾ. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ബലഹീനാന്ന് പറഞ്ഞു നടക്കരുത്. രക്ഷിക്കപ്പെട്ട ശേഷം പറയണം എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എന്നെ ഇപ്പൊ ശക്തനാണ്. അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഹല്ലേലൂയ. അപ്പൊ തെറ്റിദ്ധാരണ പരത്താതിരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണുന്നവരെ, നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ അവിടെ പ്രയറിന് ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കമന്റ് ബോക്സിൽ എവിടെയും കാണും. നിങ്ങൾക്ക് നേരെ സൂമിലേക്ക് പങ്കുചേരാം, പ്രാർത്ഥനയിൽ നേരിട്ട് പങ്കുചേരാം. നന്ദി യേശുവേ. അപ്പൊ നിങ്ങളുടെ അകത്ത്, ഞാനത് കണ്ടപ്പോൾ എൻ്റെ അകത്ത്, ഞാൻ അന്ന് സംസാരിക്കണമെന്ന് ഓർത്തതല്ല, പക്ഷെ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ദൈവം എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് വചനം വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ വന്നതാണ്. ജനത്തെ പഠിപ്പിക്കുക, ജനത്തോട് പറയുക, തെറ്റിദ്ധാരണകൾ അകത്ത് കേട്ടരുത്. അത് നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ നിങ്ങളെ തകർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി എന്നെ തകർക്കാനാണെന്ന് എപ്പോഴും ഓർത്തോളും. ഒന്നാമത് ബ്രദറെ, കരഞ്ഞ് കണ്ണുനീരില്ല, ഇതിൽ കൂടുതൽ കരയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അതിനർത്ഥം ഇനിയും കരയിപ്പിക്കുന്ന ദൈവമാണോ എൻ്റെ ദൈവം? അല്ല. ഇനിയും സമാധാനം നഷ്ടപ്പെടുത്തി കുടുംബത്തിൽ തകർച്ചയിലൂടെ കടത്തിവിട്ട് എന്നെ പിന്നെയും പണിതെടുക്കുന്ന ദൈവമാണോ? അല്ല. പകരം എൻ്റെ വല കീറുമാനിക്ക് നന്മ തന്നിട്ട് എന്നിട്ട് പോയി സുവിശേഷം പറയാമെന്ന് ചോദിക്കുന്ന ആളാ. കണ്ടോ? പത്രോസിനോട് പറയാം, പത്രോസേ, ഞാനാണ് നിന്റെ വല അടച്ചത്, ഞാനാണ് നിന്റെ പെരുത്ത മീൻകൂട്ടത്തെ അടച്ചത്. ചോദിച്ചോട്ടെ, നിനക്ക് എൻ്റെ നാമത്തിൽ പോകാവോ? പോയാൽ നിനക്ക് ഞാൻ നന്മ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പത്രോസിലേക്ക് പോകത്തില്ല. കാര്യം പത്രോസ് കർത്താവ് ചിട്ടിക്കാണ്, ഞാൻ എന്നാ പറയും? എൻ്റെ കൊച്ചിനോട് എന്നാ പറയും? റേഷൻ കടയിൽ പോട്ടെ എന്നാ പറയും? ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കുന്ന തമ്പുരാൻ അറിയാം. അങ്ങോട്ട് തമ്പുരാൻ ആദ്യം എന്ത്, ആ ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ട് തീർത്തു കൊടുത്തു. ആദ്യം ഒരു നിറം അങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പോ എന്നാ ചോദിക്കാനല്ലേ? ഇനി എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഇതാണ് സുവിശേഷത്തിന്റെ വിളി. ആദ്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന് നിങ്ങളെ തകർത്തിട്ടൊന്നും കിട്ടാനില്ല. ആദ്യം എന്നെ തകർത്തിട്ട് എന്നെ കിട്ടാനിനി, എന്നെ കിട്ടാനാ. അത് നമ്മൾ ആദ്യം എപ്പോഴും എന്നെ ഇനി തകർത്തിട്ട് എന്നെ കിട്ടാനാ ദൈവത്തിന് വല്ല ഉണ്ടോ? നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് അവൻ കുപ്പയിൽ നിന്നും, ആ വാക്യം ഇറങ്ങുന്നത് പറഞ്ഞ കുപ്പയിൽ നിന്നും ഉയർത്തി എവിടെ കൊണ്ടിരുത്തുന്ന പറഞ്ഞത് അറിയാവോ? വാക്യം കുപ്പയിൽ നിന്നും എടുത്ത് പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തി. കണ്ടോ? കുപ്പയിൽ നിന്നും, കുപ്പയിൽ നിന്നും. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു സംഭവം കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തട്ടി ഇവിടുത്തെ വേസ്റ്റ് ബിന്നിലോട്ട് പോയി. ഞാനത് തുറന്ന് എടുക്കാൻ വേണ്ടി പൊക്കിയപ്പോൾ എൻ്റെ ദൈവമേ, ആ സാധനം പോട്ടെ എന്ന് വിചാരിച്ചു. അത് മൊത്തം അളിഞ്ഞ് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക. അതിൻ്റെ ഇടയിൽ പോയി സാധനം പെട്ടുപോയി. കഴുകിയാൽ പോലും അതിന് കൊള്ളത്തില്ല. വേസ്റ്റിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ തീരുമാനിച്ചു, വേണ്ട, അത് പോട്ടെ, കുപ്പയ്ക്കകത്തോട്ട്. അപ്പൊ ബൈബിൾ പറഞ്ഞു, കുപ്പയിൽ നിന്നും, കുപ്പിയിൽ നിന്നല്ല, കുപ്പയിൽ നിന്നും എന്നെ എടുത്ത്. കണ്ടോ? ആരേലും കുപ്പ പെറുക്കാൻ പോവോ? ഇല്ല. വേസ്റ്റിന്റെ അകത്തു നിന്നും എന്നെ എടുത്ത് പ്രഭുക്കന്മാരുടെ കൊണ്ടെടുത്തിയാൽ അവർ മൂക്ക് പൊത്തത്തില്ല, അവരെണീറ്റ് പോകത്തില്ല. അവരെ അവിടെ ഇരുത്തുന്ന ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷി, യേശുവിന്റെ സാക്ഷിയാക്കി എന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ ഇനിയും ഉപയോഗിക്കണപ്പ. പേടിക്കൊന്നും വേണ്ട.
അങ്ങനെയുള്ള ചിന്തകളൊക്കെ കേൾക്കാതിരിക്കുക, കൈക്കൊള്ളാതിരിക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. അതിനുവേണ്ടി തന്നെയാണ് തെരഞ്ഞ, അല്ലാതെ ഇനിയിപ്പോ നിങ്ങൾ നോ പറഞ്ഞാലും ദൈവം ഉപയോഗിക്കും. ഇതിനായിട്ടല്ലോ നീ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന വലിയൊരു വാക്യമുണ്ട്. എന്നെ വിളിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടി അല്ല. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബൈബിൾ പൗലോസിൽ പറഞ്ഞതുപോലെ അവന്റെ വിളിയുള്ള ആശയം തിരിച്ചറിഞ്ഞാൽ മതി. തമ്പുരാൻ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഉറപ്പാ. ദേശത്തിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് മർക്കോസിൽ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയോട് പറയുക, ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടണം, വിശ്വസിക്കുന്നവർ ആ അടയാളം നടക്കും. എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, മരിച്ചവരെ ഉയർപ്പിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കണ്ടോ, ഇത് വിളിയാ. ഇനി ഇതിന് ഒഴിവാകാൻ പറ്റത്തൊന്നുമില്ല. കാര്യം തമ്പുരാൻ അകവും പുറവും അടച്ചു, എന്നെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിനുള്ളവനാക്കിയിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേക്കും കാണാൻ ഒരു സുഖം തോന്നും, ഷെയർ ചെയ്യാൻ തോന്നും. ഷെയർ ചെയ്യരുത്. മറ്റൊരാളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യരുത്, അവന്റെയും കൂടെ വിശ്വാസത്തെ കളയരുത്. കേട്ടോ, വിശ്വാസത്തിൽ ബലപ്പെടണം. കാര്യം ഞാനിത് എടുത്തു പറയാൻ കാര്യം, ഈ ഇട്ട വ്യക്തി ഭയങ്കര തകർച്ചയിൽ പോകുന്ന ആളാ. ഈ സ്റ്റാറ്റസ് ഇട്ട വ്യക്തി ഭയങ്കര തകർച്ചയിൽ പോകുന്ന എനിക്കറിയാൻ വ്യക്തിയാണ്, സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഇത് കാണുമ്പോൾ പേടി വരത്തില്ലേ? ഒന്നാണ് ഞാൻ തകർച്ചയില്ല, അപ്പൊ ഇനി എനിക്ക് പ്രാർത്ഥിച്ച ഒരു പേടി, ഇനിയും തകർച്ച വന്നാലോ? കണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ആൾക്കാർ ഉപയോഗിക്കണേന്ന് പ്രാർത്ഥിക്കത്തില്ല, പകരം എന്ത് ചെയ്യും, ആ വിഷയം അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആത്മാക്കൾ നശിക്കുമല്ലേ പ്രിയരെ? അവർ നരകത്തിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് സ്വർഗത്തിൽ പോയിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞ ദൈവസ്നേഹം നമ്മളിൽ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രാർത്ഥിക്കണം, ആത്മഭാരം തരണം. അപ്പൊ ഞാൻ യേശുവിലേക്ക് വരുമ്പോൾ എൻ്റെ അയൽപക്കത്തിൽ ആൾക്കാർ നാളെ ഞാൻ സ്വർഗത്തിരിക്കുമ്പോൾ ധനവാന്റെ ഉപമ പോലെ താഴ്ന്നുകൊണ്ട്, എൻ്റെ സഹോദരി നീ എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പറയാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളെല്ലാം വലിയ എതിർപ്പുകാരില്ലായിരുന്നു, നിനക്ക് എനിക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമല്ലായിരുന്നു മനസാന്തരപ്പെടാൻ വേണ്ടി. കണ്ടോ, ചോദിക്കുമ്പോൾ എന്നാ പറയും നിങ്ങൾ? കണ്ടോ, കുടുങ്ങിയില്ലേ? പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവെ എന്നെ ഉപയോഗിക്കണം, എന്നെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെ ഇനിയും കർത്താവ് അനേകർക്ക് പ്രയോജനപ്പെടുത്തണം. അപ്പ എനിക്ക് കഴിവില്ല. അപ്പൊ എനിക്ക് സത്യമായിട്ട് പറയാം, എനിക്ക് നന്നായിട്ട് പറയാനുള്ള കഴിവൊന്നുമില്ല, അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. സുവിശേഷ വിരോധിയോട് പോയിട്ടൊന്നും പറയാൻ എനിക്കുള്ള കപ്പാസിറ്റി എനിക്കില്ല. എനിക്ക് പേടിയാ. ഉള്ളത് പറ. ചിലർ പറയാം എനിക്ക് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാ, പക്ഷെ പേടിയാന്ന് പറഞ്ഞോണം. നമ്മൾ അവിടെ വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട. നമ്മളെ ദൈവത്തിന് നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മളെ ദൈവത്തിന് അറിയത്തില്ലെന്ന്. നിങ്ങളുടെ ഏറ്റവും ഇസഡ് കാര്യം യേശുവിനറിയാം. നിങ്ങളുടെ ബലഹീനത, ഭയം, ഭാരം, വേദന, സ്ട്രഗിളുകൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അറിയുന്ന തമ്പുരാനോട് പറ, കർത്താവേ എന്നെ സഹായിക്കണം, എന്നെ കർത്താവ് അനേകർക്ക് പ്രയോജനപ്പെടുത്തണം, എൻ്റെ കുടുംബത്തിൽ എന്നെ സാക്ഷിയാക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ ഭർത്താവ് പറയും, എൻ്റെ ഭാര്യ പറയും, എൻ്റെ ബന്ധുമിത്രാദികൾ പറയും, നീ ഒരു അനുഗ്രഹമാണ്. അവർ പറയും. അത് എന്നെ കുപ്പയിൽ നിന്ന് എടുത്തിരിക്കുന്നതാ. മനസ്സിലാക്കണവേ. യേശുവേ നന്ദി കർത്താവേ. എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ യേശുവേ പരിശുദ്ധാത്മാവേ. ഞാൻ ആദ്യം പറഞ്ഞ രോഗികളായി ഭാരപ്പെടുന്നവരെ ആ ക്രൂശിലോട്ടൊന്ന് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞ എൻ്റെ ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതാ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ കൃപയ്ക്കായി നന്ദി പറയുന്ന അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ, നന്ദി യേശുവേ. ഞാനൊരു വീടിൻ്റെ ഹോളിൽ കയറി വരുന്ന ഹോളിൽ തന്നെ ഒരു ചതുരത്തിൽ ബഥേൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്ത് ഞാൻ കാണുക. ബഥേൽ, ഒരു വീടിൻ്റെ ഹോളിലാണ് ഞാൻ കാണുന്നത്. ബഥേൽ, ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ബഥേൽ, ഹോളിൽ തന്നെ ചതുരത്തിൽ എഴുതി വെച്ചിരിക്കുക ബഥേൽ. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ കാണിക്കുക. വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്, വളരെ മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തെ തൊടുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ആ ഭവനം ഏതാണോ, ആ ഭവനം ഈ അടയാളം വെച്ച് വെച്ചിരിക്കുന്ന ഭവനം ഏതാണോ, ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവേ ഇന്ന് കർത്താവ് എന്നോട് പറയുന്ന ദുഃഖങ്ങൾ കർത്താവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോവുക. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് തമ്പുരാൻ കാണുന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ യേശു അയക്കുന്നു. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഞങ്ങളുടെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഞാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു പേരും കൂടെ ആ ഭവനത്തിൽ കാണുക. എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ കാണുന്ന ഒരു കുടുംബം. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന പിതാക്കന്മാരുടെ കാലത്ത് ആ കുടുംബത്തിന്റെ അകത്ത് ഇല്ലാത്തതിനെ ഇന്ന് തലമുറകളിലൂടെ കർത്താവ് കുടുംബത്തിന്റെ മേൽ നിറയ്ക്കാൻ വേണ്ടി പോവാ. ഇന്ന് എബ്രഹാമിന്റെ ഭവനം ആരാണോ, യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ അതിന്റെ മേൽ നിറയ്ക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ബ്രദറെ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ എബ്രഹാമിന്റെ ഹസ്ബൻഡാണ് മരണപ്പെട്ട്. ഫിലിപ്പ് എന്ന് പറയുന്നത് എന്റെ അനിയനാണ്. അനിയനാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സിസ്റ്ററെ കർത്താവിനോട് പറയുന്നു, പിതാക്കന്മാർക്ക് കാണാത്തതിനെ തലമുറകളുടെ മേൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. യേശുവേ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, സിസ്റ്ററെ ജനുവരി എന്നുള്ള മാസം എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ജനുവരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജനുവരി 14 അനിയനും മരണപ്പെട്ടത്. ഈ പറഞ്ഞ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളാണോ? അതെ, ഫിലിപ്പ് മരണപ്പെട്ടത് ജനുവരിയിലാണ്. ജനുവരി 14. ഫിലിപ്പ് മരിച്ചു, എബ്രഹാം മരിച്ചു അല്ലേ? എബ്രഹാം മരിച്ചു അല്ലേ? ഓ യേശുവേ, ഇന്ന് പിതാക്കന്മാരിലൂടെ കയറേണ്ട നന്മകൾ തടസ്സപ്പെട്ടു പോയത് അതിന്റെ ജനുവരി എടുത്ത് കാണിച്ചതാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ നന്മകളുടെ തലമുറകളിലൂടെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോകട്ടോ. ഓ യേശുവേ, ഈ തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, നമ്മളെ വെള്ളം കെട്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് പോലെയുള്ളൊരവസ്ഥ, ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലൊരു ദർശനം ഞാൻ കാണുക. വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുക, കര കാണാൻ കഴിയാതെ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ അകത്തുനിന്നും ആ വെള്ളം ഇറങ്ങി കര കാണുന്നത് പോലെ തമ്പുരാനോട് പറയുന്നു, 5 വർഷമായിട്ട് കാണാത്ത നന്മ തമ്പുരാൻ കാണിക്കാൻ വേണ്ടി പോവാ. ഓ യേശു, എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ 5 വർഷമായിട്ടുള്ള ബന്ധം 5 വർഷത്തിന് ശേഷം ദൈവം നന്മ കാണിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. 5 വർഷം പുറകോട്ട് അടഞ്ഞത്, നിറഞ്ഞത്, കര കാണാൻ കഴിയാതെ ബ്ലോക്ക് ആയത് ഇന്ന് വെള്ളം താന്ന് നന്മ കാണാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. കർത്താവിന്റെ വഴികൾ തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. കർത്താവ് നന്മ കാണിക്കാൻ വേണ്ടി പോട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഒക്ടോബർ എന്നുള്ള ഈ മാസം നോട്ട് ചെയ്ത് വെച്ചോണേ. ഒക്ടോബർ അതുപോലെ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ ദൈവം തൊടാൻ വേണ്ടിയുള്ള ഒരു മാസമായിട്ട് എന്നെ കാണിക്കുന്നത് കേട്ടോ. ജീസസ്, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ ഹോളി സ്പിരിറ്റ്, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലിജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കും. ലിജിന്റെ ഭവനത്തെ കർത്താവിനെ കാണിക്കും. ലിജിനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ പ്രത്യേകിച്ച് വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ലിജിനുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവമേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ. കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. ലിജിൻ എന്റെ മരുമകനാണ് ബ്രദറെ. മരുമോന ലിജിൻ, രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ് ലിജിൻ. പുള്ളി ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇപ്പൊ ഉള്ളത് നാട്ടിലാണ്. താങ്ക് യു ഹോളി. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നന്മയുടെ ഒരു യാത്ര തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാൻ ചോദിച്ചത് എവിടെയാന്ന് ചോദിച്ചത്. നന്മയുടെ ഒരു യാത്ര തമ്പുരാൻ തുറക്കും ആ കുടുംബത്തിന്റെ അകത്ത്. മോള് അയർലൻഡിന് പോകാനായിട്ടിരിക്കുവോ?
ഇന്ന് നന്മ തമ്പുരാൻ തുറക്കും കേട്ടോ. ഇവരെ ഈ മകനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. അവന്റെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തമ്പുരാൻ മാറ്റും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ മകന് വേണ്ടി സ്വീകരിച്ച നന്മ കയറട്ടെ, കുടുംബത്തിൽ സമാധാനം കയറട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, സകല പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. യേശുവേ, പിന്നെയും പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഓ ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ യേശുവേ ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഒക്ടോബർ മാസത്തിൽ ജനിച്ച ഒരു ജനനം, ഒക്ടോബർ മാസത്തിൽ ജനിച്ച ഒരു ജനനവും കൂടെ, ഈ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഈ വ്യക്തിയെ കൂടെ എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് കാണുന്നത്. ഈ ഒക്ടോബർ എന്നുള്ള മാസത്തിൽ ഒരു ജനനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കെണി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് വിട്ടുമാറുക. ഒരു വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ ഒരു ഡയറക്ഷൻ കർത്താവ് വെളിപ്പെടുത്തുക, ഒരു ഡയറക്ഷൻ വെളിപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ മെയ് മാസവും കൂടെ കർത്താവ് എന്നെ എടുത്തു, ഒരു ഡയറക്ഷൻ, ലൈറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ ഡയറക്ഷൻ കർത്താവ് എന്നെ കാണിക്കുക. ഈ മെയ് മാസം പറഞ്ഞു ബ്രദർ, അതെന്റെ ഹസ്ബൻഡാണ്. ഒക്ടോബർ 10 ബർത്ത്. മെയ് 31 ഞങ്ങളുടെ വെഡിങ്. ഓ സ്വോത്രം. ആമേൻ. ഈ മാത്യു എന്ന് പറഞ്ഞ ആള് ജനിച്ചത് ഒക്ടോബറിലാണ്. മെയ്യിൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നല്ലേ? അതെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ കർത്താവ് ഉള്ളതൊരു വാക്ക്, ഒരു ലൈറ്റ് പ്രകാശിച്ചിട്ട് ഡയറക്ഷൻ കാണിച്ചു തരുന്നത് പോലെ. ഓ ജീസസ്, എങ്ങോട്ട് പോകണമെന്നറിയാത്ത രീതിയിൽ കൺഫ്യൂഷനായി ഭവനം ഇരിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ ഒരു 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 ഈ വെളിച്ചം പ്രകാശിച്ചിട്ട് കടലുള്ള ഒരു സ്ഥലം ഇങ്ങനെ കാണുക ഞാൻ, കടലടുത്തുള്ള ഒരു സ്ഥലം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കടലടുത്തുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് കുടുംബത്തിൽ നിന്ന് ഒരാളെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. ജീസസ് ക്രൈസ്റ്റ്. അതൊരു ബ്ലെസ്സിങ്ങിന്റെ മേഖലയായിട്ട് തമ്പുരാൻ കാണിക്കുക. അതായത് ഈ വ്യക്തി പോകുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ കടലുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് കടലുണ്ട്. അല്ലസ്റ്റ, ഞാനിപ്പം ഈ ഒരു സഹോദരിയോടാണ്, ഈ സഹോദരിയുമായിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, ആ ഒക്ടോബറിൽ ജനിച്ച മെയ് മാസത്തിൽ വെളിപ്പെട്ട ആ ഭവനത്തിൽ അവരുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഒരു സെക്കൻഡ്, ആ സഹോദരിയോടുള്ള ആലോചനയുടെ കണ്ടിന്യൂറ്റി ആണത്. ഇന്ന് അവരോട് പറയുന്നു, കടലുണ്ടല്ലോ അവിടെ, കടലിനടുത്താ. അടുത്ത. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്മ കാണും മകൻ. മകൻ. ഓ ഇൻ ദ പേര് പറയണ്ട സിസ്റ്ററെ, ആരുടെയും പേര് പറയണ്ട കേട്ടോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. തമ്പുരാൻ നന്മ തുറക്കും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ പ്രവൃത്തിയെ കർത്താവ് നിറയ്ക്കുന്നല്ലോ. ഞാൻ അവന്റെ മേലേക്ക് റിലീസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കർത്താവ് പലതും വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ കഴിവതും പേരുകളെ മുന്നോട്ട് പറയുന്നതിന് മുമ്പ് പറഞ്ഞ നമുക്ക് ദൈവം ചിലപ്പോൾ ആളെ, ആ വ്യക്തിനെ തമ്പുരാൻ പേര് വിളിക്കും. എപ്പോഴും ഓർത്തോണം. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ മകന്റെ മേൽ വലിയ പ്രവൃത്തി അയക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിക്കുക. ഈ നമ്മുടെ പഴയ കാലത്ത് ഇരുമ്പ് കസേര ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇരുമ്പ് കസേര, അന്നത്തെ പഴയ കാലത്ത് ഒരു ഇരുമ്പ് കസേര, അത് ഒരു വീടിന്റെ അകത്ത് ഞാൻ കാണുക. ഈ പച്ച പെയിന്റ് അടിച്ച ഇരുമ്പ് കസേരയാ, പച്ച പെയിന്റ് അടിച്ചതാ, പഴയതാണ് ഇരുമ്പ് കസേര. അതിങ്ങനെ നൂർക്കുകയും അടച്ചിങ്ങനെ വെക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഭവനം. ഞാൻ ആ ഒരു ഭവനത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കണ്ടുകൊണ്ടിരിക്കുക. ഇത് പേര് കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഇച്ചിരി കാലപ്പഴക്കം ചെന്നൊരു വിഷയമാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഞാൻ കാണുന്ന ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആ ഒരു വിഷയത്തിന്റെ മേൽ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ ഈ സമയത്ത്. കുഞ്ഞോള് സിസ്റ്ററെ പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഈ ഒരു ഭവനത്തിൽ ഒരു അടയാളമായിട്ട് ഞാൻ കാണുവാണ്. ഞാനതൊരു മറ്റൊരു സൈൻ കർത്താവിന്, ഇതൊരു ഇച്ചിരി പഴക്കം ചെന്നതാണ്. ഇനി ലിറ്ററലി ഇത് അവിടെ ഉള്ളതാണ് കരുതുന്നത്, പക്ഷെ ഒരു പഴക്കം ചെന്നതാണ്. അതിനൊരു സൈനായിട്ട് ഞാൻ ആ കുടുംബത്തിന്റെ അകത്തൊരു ചിത്രം കാണുവാണ്, ഒരു വരച്ച ചിത്രമാണ്. ആ വരച്ച ചിത്രത്തിന് ഞാൻ ആ വരച്ച ചിത്രത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിനെ അപ്പു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരും കൂടെ ഞാൻ കേൾക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ അപ്പു എന്ന് ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഞാൻ കേൾക്കുകയാണ്. ആ കുടുംബത്തിന്റെ അകത്ത് കാലപ്പഴക്കം ചെന്ന ഒരു സ്ഥലത്തിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി, ആ കുടുംബം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ എവിടെ ഇരുന്നാണത് കാണുന്നത്, സൂമിലോ ലൈവിലോ, മ്യൂട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവം ആ കുടുംബത്തിന്റെ മേൽ തമ്പുരാന്റെ പ്രവൃത്തികളെ അയക്കുന്നു. ഓ ജീസസ്, ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുത കരം ഇപ്പോൾ അവിടെ വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ വിധമാകുന്ന പ്രതിസന്ധികളും നീങ്ങിപ്പോട്ടെ. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞിടത്തോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാനുള്ളവരല്ലെങ്കിൽ പറഞ്ഞു. അപ്പു എന്നാണോ പേര് പറഞ്ഞത്? അപ്പു എന്നാ ഞാൻ ആ വിളിക്കുന്ന വിളിപ്പേര് ഞാൻ കാണുന്നത്. ഇതൊരു പഴയ ഒരു വിഷയമായിട്ടാണ് കാണുന്നത്, ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡിന്റെ ആണോ? ആ ഒരു സ്ഥല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. സിസ്റ്ററെ, കുടുംബത്തിന്റെ അകത്ത് മോനാണ് അപ്പു. ഒരു സ്ഥലത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു. ഈ ചിത്രം വരച്ചു ചേക്കുന്ന ഹോൾ എവിടെയാ ഉള്ളത്? ആ വീടാണോ? ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കാണുന്നത്. ഈ വരച്ച ആള് ഈ അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. ഇനി ഒഫീഷ്യൽ നെയിമാണ്. ആ വ്യക്തി ഏതാണോ അത് എഴുതി വെച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാലപ്പഴക്കം ചെന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ മേൽ സ്വസ്ഥതയില്ലാതെ, പ്രത്യേകിച്ച് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രഗിളാണത്. അതിൻ്റെ അകത്ത് കിടക്കുമ്പം സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരു വാക്ക് ഞങ്ങൾ കഴിച്ചാൽ പോലും ഇറങ്ങത്തില്ല എന്ന രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ഭവനമാണ്. ആ ഭവനത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ സ്വീകരിച്ചോണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ജിസ്മോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ജിസ്മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഓഗസ്റ്റ് മാസവും കൂടെ കൂട്ടത്തിലെടുത്ത് കാണിക്കുക. ജിസ്മോനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ ഓഗസ്റ്റ് മാസവുമായിട്ട് കുടുംബത്തിൽ ബന്ധമുള്ളത് ആരാണോ, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ? ഹോളി സ്പിരിറ്റ് പറഞ്ഞോ. പറഞ്ഞു. എന്റെ മോന്റെ പേരാണ് ജീസ്മോൻ. ഞാൻ ഇപ്പോഴും ഇതിന് സൂമി കയറി ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോൻ എന്നെ വിളിച്ച് വളരെ പ്രയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ നോക്കിയപ്പോ 10:30 പെട്ടെന്ന് ഞാൻ സൂമി കയറിയ ടൈമാണ് ബ്രദർ ഈ പേര് പറയുന്നത്, മോന്റെ പേര്. മോന്റെ പേരാണ് ജീസ്മോൻ എന്ന്. ഓഗസ്റ്റിൽ ആരാ ജനിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല. മോൻ ഒക്ടോബറിലാണ് ജനിച്ചത്. ഓഗസ്റ്റ് മാസമായിട്ട് ബന്ധപ്പെട്ടത് ആരാ കുടുംബത്തിന്റെ അകത്തുള്ളത്? ഓഗസ്റ്റ് അന്വേഷിക്കുക കേട്ടോ. മോൻ വലിയ പ്രതിസന്ധിയിൽ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. ഇന്ന് പ്രതിസന്ധി യേശുവിന്റെ നാമത്തിൽ അത്ഭുതമാവും സിസ്റ്ററെ, അത്ഭുതമായി തീരും. കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞോണം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഞാൻ അത്ഭുതം കാണും. യേശു ജീവിക്കുന്നു പറയണം, ഉറക്കെ പറയണം. പിശാച് കേക്കെ വിളിച്ചു പറയണം, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. പിശാചിന് ഭയമാണ് ആ വാക്ക്. യേശു ജീവിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഈ സമയത്ത് എനിക്കൊരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവർ, എനിക്കൊരു നന്മ വേണം, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വഴിത്തിരിവ് ഉണ്ടാകണം, എനിക്ക് ഇങ്ങനെ പോയാൽ ഒരു വാശിയുള്ളവർ, പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കാൻ റെഡിയായവർ, ഈ ദിവസങ്ങളിൽ 2026 ശക്തമായ ബ്രേക്ക് ത്രൂവിന്റെ വർഷമാണ്. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കഴിവ് നോക്കിയിട്ടൊന്നും അല്ല പ്രിയരെ. കഴിവ് നോക്കിയാൽ കുപ്പത്തൊട്ടിയിൽ കിടന്ന് അളിഞ്ഞ് അവസാനിക്കാനാ യോഗ്യതയുള്ളൂ. അത്രയുള്ളൂ യോഗ്യത. അവിടുന്ന് ആർക്കും വേണ്ടാത്ത നമ്മളെ, നാറ്റം വപിക്കുന്ന നമ്മളെ തമ്പുരാൻ ചെന്ന് ആ കുപ്പയിൽ നിന്നും എടുത്ത് പ്രഭുക്കന്മാർ ഇടയിൽ കൊണ്ടിരുത്താൻ ആ പ്ലാൻ
വിട്ടുകൊടുക്കരുത് പ്രിയരെ. പട്ടണത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, രാജ്യത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, രാജ്യങ്ങളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ കഴിവല്ല, പ്രാപ്തിയല്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയുന്ന ഭാഷ പഠിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന ആലോചന കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരാൻ വേണ്ടി പോവാ. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന ഭാഷകൾ പഠിക്കാൻ വേണ്ടി ആൾക്കാർ വരും. നിങ്ങൾ പറയുന്ന ഭാഷ പഠിക്കാൻ വേണ്ടി ആൾക്കാർ വരും. ആ ദൂത് പിടിച്ചു. യേശുവിന് നിങ്ങൾ പറയുന്ന ഭാഷ പഠിക്കാൻ വേണ്ടി, നിങ്ങളുടെ ആലോചന കേൾക്കാൻ, നിങ്ങളിൽ വെളിപ്പെടുന്ന ആലോചന കേൾക്കാൻ വേണ്ടി അവര് ഭാഷ പഠിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു. അല്ലാതെ ഭാഷാ വരവും ദൈവം തരും. നിങ്ങൾ പറയുന്നത് പഠിച്ചെടുക്കുന്ന ആൾക്കാർ വരും. അതേപോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ യേശുവേ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. താങ്ക് യു. ആ ദാരിദ്ര്യത്തിന്റെ ശാപം ഇറങ്ങിപ്പോട്ടെ, ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ. മരിച്ചാ മതിയെന്ന് പറയുന്ന ഭവനത്തിലെ വ്യക്തികളെ സ്വാധീനിക്കുന്ന ദുരാത്മ ശക്തികളെ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ. ഈ സമയത്ത് രോഗമുള്ളവർ, വേദനയുള്ളവർ കരമെടുത്ത് വെച്ച്, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വെക്കരുത്, ഇപ്പൊ ലെഫ്റ്റ് ആകരുത്. നമ്മൾ നാളെ, ഇന്നു മുതൽ നമ്മുടെ ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്യും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കണ്ണൂരുമുള്ള 2 ഗ്രൂപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. കാര്യം മാർച്ച് മാസം, ഏപ്രിൽ മാർച്ച് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അപ്പൊ നമ്മൾ ഈ മാസം പകുതിക്കോ അവസാനത്തിലോ നമ്മൾ ഹോളുകൾ, അല്ലെങ്കിൽ ഹോള് വേണമെങ്കിൽ ഹോള്, ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം, ഇത് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ പേരൊന്നും പറയണ്ട, നിങ്ങൾ എത്ര പേര് വരുന്നു എന്നുള്ള കണക്ക് പറയണം. കണക്കനുസരിച്ച് വേണം നമുക്ക് ഹോള് നോക്കാൻ. എത്ര വരുന്നു അതനുസരിച്ച് ഹോളും ഓഡിറ്റോറിയങ്ങളും വേണമെങ്കിൽ ഓഡിറ്റോറിയം നോക്കേണ്ടി വരും. അപ്പൊ ഇന്നും നാളെയുമായിട്ട് അത് ഓപ്പൺ ചെയ്യും. ഗ്രൂപ്പുകളിൽ ഇനി യൂട്യൂബിൽ കാണുന്നവരെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹമുണ്ട്. മാർച്ച് മാസം പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി പോവാം. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അതിൽ പങ്കുചേരുവാൻ, കർത്താവിൽ നിന്ന് എനിക്ക് കൂടുതൽ വചനത്തിലും ആത്മാവിലും ബലപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടണം. കർത്താവ് എന്നോട് ഒരു ഇടപെടുമെന്ന് വിശ്വാസമുള്ളവർ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രയർ ലൈൻ നമ്പറുണ്ട്. യൂട്യൂബിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിൽ അവരെ വിളിച്ചു പറയണം. നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും പറയണ്ട, എവിടുന്ന് വരുന്ന പോലും പറയണ്ട. എത്ര പേര് വരുന്നുള്ളത് നിങ്ങളെ അറിയിക്കുക. അതനുസരിച്ച് നമുക്ക് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി വലിയ താമസമില്ല. വരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവെ, ദേശത്ത് ആ പട്ടണത്തിലുള്ളവരെ, പ്രത്യേകിച്ച് ഈ 2 സ്ഥലങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ് അതനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം. ആരും പിണങ്ങരുത്. പിന്നെ പറയാം, വെറുതെ ഞങ്ങൾ വന്നില്ല, അവിടെ വന്നില്ല. അല്ല, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവിടെ പ്രയോജനമുള്ളൂ. ആസയിൽ വചനം പ്രസംഗിക്കരുന്ന പരിശുദ്ധാത്മാവ് വിലക്കിയെങ്കിൽ പോകരുത് പൗലോസ്. ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രമ്പുല്ലിയിലേക്ക് പോകും. ദൈവം പറയുന്നിടത്ത് നമുക്ക് പോവാം. അപ്പൊ പട്ടണത്തിലുള്ളവർ പ്രാർത്ഥിക്കണം. തിരുവനന്തപുരത്ത് കർത്താവെ, ഞങ്ങളൊരു കുറച്ചു പേര് കൂടിയിരിക്കാൻ വേണ്ടിയല്ല, പട്ടണത്തെ തുടരണം. ഇതൊരു മാളിക മുറിയായി മാറണം. മർക്കോസിന്റെ ഇവിടുന്ന് ഒഴുകണം. പരിശുദ്ധാത്മാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. ആ എരിവോടെ വരണം. ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും, ദൈവം സയൻസ് ആൻഡ് വണ്ടർ ചെയ്യും, ദൈവം ആലോചന കൊണ്ട് തമ്പുരാൻ ചെയ്യും. നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ കർത്താവ് ശക്തമായിട്ട് ബ്രദറിനെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. പൗലോസ് പറഞ്ഞതുപോലെ എന്നാ പറയേണ്ടത്? ഞാൻ വചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിന്റെ വചനം വരേണ്ട. നിങ്ങൾ പ്രാർത്ഥന എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പോരാണ് പ്രാർത്ഥിക്കണം. കർത്താവിടെ ചെല്ലുമ്പോൾ ബ്രദറിനെ ഉപയോഗിക്കണം, ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു വരണം. ബ്രദറിനെ ഉപയോഗിക്കണം. അത് മാത്രമല്ല, അവിടെ വരുമ്പോൾ ഞങ്ങളോട് ഇടപെടണം. അത് മാത്രമല്ല, ഞങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റണം. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന കൈയെടുത്ത് വെച്ച് ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മുടെ വിഷയങ്ങളെ അറിയുന്നു. ദൈവം നമ്മുടെ പേര് ചൊല്ലി വിളിക്കും. ദൈവം നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ജനന ദിവസങ്ങൾ, കുടുംബങ്ങൾ, വിഷയങ്ങൾ, ഇന്ന് തമ്പുരാൻ ഇടപെട്ടത് കൊണ്ട് ഓരോ വ്യക്തികളോടും ആ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. പ്രത്യേകിച്ച് കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥന വരികയാണ്. ഓ ജീസസ്, മിസ്സാക്കരുത്. ആരാധനയ്ക്ക് കൂടുവാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചാടിപ്പോന്നു. അവിടെ വണ്ടിക്കൂലി നോക്കണ്ട, സമയം നോക്കണ്ട, ഒന്നും നോക്കരുത്. കർത്താവിന് വേണ്ടി വിതയ്ക്കാൻ പറ്റുന്ന സമയമാണ്. എന്ത് വിധ? നമ്മുടെ സമയം, പ്രാർത്ഥന, എല്ലാം പ്രതിഫലം 100 മേനി കിട്ടും. നന്ദി യേശുവേ. രോഗികളെല്ലാം കൈവച്ച്, ഓ യേശുവിന്റെ നാമത്തിൽ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ പെൺതലമുറയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. പെൺതലമുറയുടെ മേൽ. ആ പെൺതലമുറ മെയ് മാസത്തിൽ ജനിച്ച പെൺതലമുറ, അനി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്,
ചാടി പിടിച്ചോ യേശുവിനതില മകൾക്ക് വേണ്ടി ആ ദൂത് പിടിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവിൻ്റെ വേദന ക്രൂശിൽ വഹിച്ചു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു കൽപ്പിച്ചു ഒന്നൊന്ന് പറഞ്ഞ് ഈ കുപ്പയിൽ കിടക്കുന്ന നാറ്റമുണ്ടായിരുന്ന എന്നെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ബൈബിൾ പറയുന്നു എന്നെ നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കിയ എൻ്റെ യേശുവിൻ്റെ രക്തം എന്നോട് സംസാരിക്കുന്ന ആ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാക രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുക പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട്. നമ്മളിവിടെ വിശ്വസിക്കുമ്പോൾ പിതാവിനോട് പിതാവേ ഈ വ്യക്തിയെ വിടുവിച്ചേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ നാമത്തിൽ ചോദിക്കുവാണെന്ന് ചോദിച്ചു. യേശുവേ എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു വഹിച്ചതാ, എൻ്റെ രോഗശക്തികളെ യേശു വഹിച്ചതാ. യേശുവിൻ്റെ അടിപ്പിണരുകളല്ല വേദന ഇന്ന് ക്യാൻസൽ ആവുക കേട്ടോ. കൈയെടുത്ത് വെച്ച് വേദനയുള്ളവരെല്ലാം ആ ശരീരത്തിൽ മുഴകൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, ഓ ജീസസ്, ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ആസ്മ പോലുള്ള രോഗശക്തികൾ കയറിക്കൂടി ജീവിതത്തെ തകർക്കതെല്ലാം ഇന്ന് ഇറങ്ങുക. ഓ ജീസസ്, പാരമ്പര്യ ശക്തികൾ കൽപ്പിക്കുന്നു ഇറങ്ങിപ്പോയി യേശുവിന്റെ നാമത്തിൽ. ചില ആക്സിഡന്റുകൾ നിമിത്തമുണ്ടായി ജീവിതകാലം മുഴുവൻ അനുഭവിക്കണമെന്ന് പറഞ്ഞ വേദനകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ക്യാൻസൽ ആകുക. ശരീരത്തിന്റെ അകത്ത് ഓരോ കൗണ്ടുകളും, രക്തത്തിലെ ഓരോ കൗണ്ടുകളും നോർമലാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം. കൈവച്ച് വേദനയുള്ളവരെല്ലാം കൈവച്ച്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് അനോയിന്റിങ്. യേശുവേ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ ദാരിദ്ര്യത്തിന്റെ ശാപത്തെ ഇറക്കി വിടുന്നു. മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നപ്പ നന്മ കേറട്ടെ, സൗഖ്യം നിറയുക. ശരീരത്തിന്റെ മേൽ വിടുതലിനെ കൈ എടുക്കുമ്പോ തന്നെ ആ വേദന വേരോട് ഞങ്ങൾ പിടിച്ചെടുക്കണപ്പ, ആ വേദനയെ വേരോടെ പറിച്ചു മാറ്റുന്നപ്പ. ജീസസ് നെയിം, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് തൊട്ടല്ലോ, അങ്ങ് അത്ഭുതം ചെയ്തല്ലോ. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. പ്രയർ റിക്വസ്റ്റുകളല്ല, ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടവരെടുത്ത് പറയേണ്ട. സാക്ഷ്യമുള്ളവർക്ക് പറയാൻ മ്യൂട്ട് മാറ്റി. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഇത് വിതയ്ക്കേണ്ട സമയമാണ്, കൊയ്യേണ്ട സമയമാണ്. രണ്ട് കാര്യമാണ്, വിതയ്ക്കുക, കൊയ്യുക. ആത്മാക്കളുടെ കൂട്ടവിടുതലിനായി നാം വിതയ്ക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ നാം വിതയ്ക്കുമ്പോൾ 100 മേനി കൊയ്യും. കർത്താവ് ഞാൻ വിതച്ച മക്കളെ ബ്ലസ് ചെയ്യുന്നപ്പോൾ മുന്നോട്ട് ഇതിൽ കാണാൻ പറ്റും. വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് വിതയ്ക്കാം. കർത്താവ് ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലി അനുഗ്രഹിക്കും, വർദ്ധിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. അവരുടെ ബിസിനസ്സിനെ ബ്ലസ് ചെയ്യുന്നവർ വർദ്ധിക്കട്ടെ, ഉയരട്ടെ. അതിന്റെ പ്രതിസന്ധികൾ മാറട്ടെ. വിതച്ച നിമിത്തം 100 മേനി കൊയ്യും. ആ എല്ലാ മേഖലയ്ക്കകത്തും നന്മയുണ്ടാകട്ടെ. കർത്താവ് വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഐശ്വര്യവും സമ്പത്തും ഭവനത്തിലുണ്ടാവും. കർത്താവിന്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കും. ഗോഡ് ബ്ലസ് യു. ഞാൻ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. പിന്നെയും കർത്താവിൽ എറിയുക, കൊയ്യുക. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ, ചുരുക്കം വാക്കുകളിൽ ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടൊന്ന് ചെക്ക് ചെയ്ത്, ആ വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് മാറി എനിക്ക് വിടുതലുണ്ടായെന്ന് പറയുന്നവർ, പൂർണ്ണമായൊരു വിടുതലുണ്ടായെന്ന് പറയുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത്. ബ്രദറെ, എനിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു, അതിപ്പോ മാറി. ഞാൻ അന്യഭാഷ സമയത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, ഇപ്പൊ പൂർണ്ണമായി മാറി. ഇപ്പൊ വേദന അവിടെ ഇല്ല സിസ്റ്റർക്ക്? ഇല്ല. ഓ യേശു തൊട്ട കൃപയ്ക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം വരാറുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി നിന്നാണ്, സജി തോമസ്. എനിക്ക് കഴിഞ്ഞ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ചെക്കപ്പിന് പോയപ്പോഴത്തേക്കിന് ക്രിയാറ്റിൻ കുറച്ച് കൂടി പോയി കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് അവര് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കിഡ്നിക്ക് അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ഇന്ന് സ്കാൻ ചെയ്തു, യാതൊരു കുഴപ്പമില്ലാന്ന് എനിക്ക് അറിയാനിടയായി. നന്ദി കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. അസാധ്യങ്ങളെ സാധ്യം കർത്താവ്, ദിവ്യ ആരോഗ്യം നിറച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും? ബ്രദറെ, നേരത്തെ ഒരു ആലോചന പറഞ്ഞില്ലേ, ഒരു അപ്പു എന്ന് പറഞ്ഞ ആളിലൊരു പടം വരച്ച് വെച്ചേക്കുന്ന ഇരിക്കുന്നെന്ന്. അത് എന്റെ മോനാണ് പടം വരയ്ക്കുന്ന അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഒരു വസ്തു സംബന്ധം എന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ട് നമ്മളൊരു വസ്തു വിൽക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല ബ്രദറെ.
ഇത് സിസ്റ്ററെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കമ്പിക്കസര ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ കാലം മുതൽ കയറിക്കൂടിയ ഒരു വിഷയം, അതാണ് പറഞ്ഞത്, കാലപ്പഴക്കം എന്നൊരു വിഷയമാണ്. അത് കുടുംബത്തിൽ കയറി അടുത്ത തലമുറയെ പിടിക്കാൻ വേണ്ടി, അതാണ് ഈ ചിത്രം വരയ്ക്കുന്ന ഈ അപ്പു എന്ന് വിളിക്കുന്ന പയ്യനെ ഞാൻ കാണുന്നത്. ഇവരിലേക്കും തലമുറയിലേക്കും അത് ബാധിക്കാൻ നോക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ന് കർത്താവ് അതിനെ വെട്ടി കേട്ടോ. ആ വസ്തു വിഷയം കാലപ്പഴക്കം ചെന്ന ഭാരത്തെ തമ്പുരാൻ തൊടുവാണ്. 2026 ആമേൻ പറഞ്ഞ് പിടിച്ചോണേ. അത്ഭുത സാക്ഷി ഞാൻ കാണുന്നു പറഞ്ഞു കേട്ടോ. പ്രാർത്ഥനയിൽ ഇട്ടിരുന്നോണം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും? ബ്രദറെ, ഞാന് ഈ ട്രിവാൻഡ്രം മീറ്റിങ്ങിന് വന്നിരുന്നു. എനിക്ക് അന്യഭാഷയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെങ്കില് അന്ന് പ്രാർത്ഥനയില് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്തിരുന്ന ഒരു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിപ്പോ പൂർണ്ണമായിട്ട് മാറി. എത്ര നാള് സ്ട്രഗിൾ ചെയ്തായിരുന്ന വേദന? ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. പ്രയർ സ്റ്റേഷനില് ട്രിവാൻഡ്രത്ത് വന്നു. 1 വർഷമായിട്ട് നമ്മൾ കേട്ട നടക്കാൻ പോലും അതുപോലെ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. വേദനയാൽ 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ഇപ്പൊ പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചു. ആമേൻ, ആമേൻ. കർത്താവ് വലിയ അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ, ആമേൻ. അടുത്തയാള് പറഞ്ഞു. കുറച്ചു നാളായിട്ട് എനിക്ക് ആത്മഹത്യാ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. സിസ്റ്ററെ, നെഞ്ചിലോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ കർത്താവ് ഇന്ന് പ്രിയ മകളുടെ അകത്ത് കയറിയ പിശാചിന്റെ ആഗ്രഹത്തെ ഞങ്ങൾ വെട്ടുന്നു. ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. പറഞ്ഞോളൂ സിസ്റ്റർ, ഞാൻ ജീവനോടിരിക്കും. പറയണം, ജീവനോടിരുന്ന് ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ തന്നെ ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങി ജീവൻ വ്യാപരിക്കും കേട്ടോ. ഇനി മരിക്കത്തില്ല. ജീവനോട് പറയണം, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികൾ. അപ്പൊ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് സാക്ഷ്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്തോ പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. സിസ്റ്ററെ കേൾക്കുന്നില്ലല്ലോ, റേഞ്ച് കട്ടായി പോകുന്നുണ്ടല്ലോ. കേട്ടില്ല. കാലിലെ മുട്ടിന് നടക്കാൻ വയ്യാതെ പരിക്ക് പറ്റി വയ്യാതെ ഞാൻ ഇരിപ്പിലായിരുന്നു. ഇപ്പൊ എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ എന്റെ മോക്ക് നാളെ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. ബ്രസ്റ്റിനൊരു തടിപ്പ് കാണുന്നു. മോക്ക് വേണ്ടി അതൊന്ന് പ്രാർത്ഥിക്കണം. നാളെ എന്റെ കയ്യിലാണ്. അത്ഭുതം സിസ്റ്റർ. ഇന്ന് എന്തിനാണെന്ന് വെച്ചാൽ കർത്താവിന്റെ നാമത്തിൽ എന്റെ നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടായിരിക്കുന്ന ആന്റി എന്നാ പറഞ്ഞത് ഇപ്പൊ നടക്കുന്നുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് യേശു അതിന് കൽപ്പിക്കുന്നു. ആ മോളോട് പോയി പറയണം, ഈ അഭിഷേകത്തിൽ കൈവച്ചോ മോളെ, നീ നാളെ ചെല്ലുമ്പോ അവിടെ അത്ഭുതം കാണുമെന്ന് പറഞ്ഞു കേട്ടോ. യേശുവിന് അതിൽ അത്ഭുതമായി തന്നെ തീരും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. UK ആ പ്രേയർ, ഞായറാഴ്ചത്തെ ആ പ്രേയർ ഞാനും അറ്റൻഡ് ചെയ്തു പാസ്റ്ററെ. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ്. അപ്പൊ എന്റെ ശരീരം മുഴുവൻ പുറം ഭയങ്കര വേദനയായിരുന്നു. 2-3 ദിവസമായിട്ട് വേദനയായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ആ പ്രേയർ അറ്റൻഡ് ചെയ്തു. ആ പ്രേയർ കഴിഞ്ഞപ്പം കംപ്ലീറ്റ് വേദന മാറി. അത്ഭുതം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊട്ടു കേട്ടോ. അവര് പറഞ്ഞു കേട്ടില്ല, വേദനയാലാണ് കയറിയത്, പക്ഷെ യേശു ആ പ്രാർത്ഥനയിൽ തൊട്ടു. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പോ തന്നെ വിടുതലുണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശു തൊട്ട വിടുതലിന് നന്ദി. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ. നമ്മൾ രമണി പറഞ്ഞൊരു വ്യക്തിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസം മുമ്പ്. ഒരു ശരീരത്തിൽ കംപ്ലീറ്റ് ക്യാൻസർ വന്ന് എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കണമെന്ന് പറഞ്ഞു. ശനിയാഴ്ച വുമൺസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പൊന്നും
ബ്രദറെ വലിയൊരു മാറ്റം വന്നിരുന്നു ശരീരത്തിൽ നിന്ന്. ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, ആ ട്യൂബ് എടുത്തു വിട്ട് ആള് പോകുന്ന പറഞ്ഞ മോനെ വരാൻ പറഞ്ഞു, മോള് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അവരുടെ ശരീരത്തിൽ ഒരു മാറ്റം വന്നു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന ബ്രദറിനെ, ഒരു തിരുവനന്തപുരം കൊട്ടാരക്കരയാണ് അവരിയ്ക്കുന്നത്. ആ പ്രയറിൽ വന്ന് അവർ സാക്ഷ്യം പറയാൻ ദൈവയുടെ വരുത്തും പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്ന ദൈവം. വലിയൊരു അനുഗ്രഹം അവർക്ക് കൊടുക്കണം ദൈവം. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് കർത്താവ് എടുത്തത്. ഡോക്ടർ പറഞ്ഞു ആ ട്യൂബ് എടുത്താൽ ആള് പോകുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ലേഡീസ് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ പേര് ദൈവാത്മ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞത് ആ വ്യക്തിക്ക് അതിനുശേഷം മാറ്റമുണ്ടായി. വലിയൊരു സാക്ഷ്യമാണ്. ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തിക്കോണം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നെ അവകാശം പറഞ്ഞു പ്രാർത്ഥിച്ചോണം. അത്ഭുതമായ തമ്പുരാൻ നടത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു കേട്ടോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനൊരു സാക്ഷ്യം പറയാന് എല്ലാ മഹത്വവും അപ്പന് കൊടുക്കുന്നു. എന്റെ വീടിന്റെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചതാണ്. 3 ലക്ഷം രൂപ 2017 ലോൺ എടുത്തതായിരുന്നു. അത് 8 ലക്ഷം രൂപയായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പം അത് ഇപ്പൊ 3 ലക്ഷമായിട്ട്, അതായത് മുതലായിട്ട് മാത്രം ആക്കി അത് പുതിയ ലോണാക്കി വെച്ച് ദൈവാത്ഭുതം പ്രവർത്തിച്ച് ജപ്തി നോട്ടീസ് ഒട്ടിച്ചതാണ് ആ വീട്ടില്. ദൈവം എല്ലാ മഹത്വവും ഞാൻ അപ്പന് കൊടുക്കുന്നു. ഞാൻ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു. ദൈവം പെട്ടെന്ന് തന്നെ അതിന് അത്ഭുതം. തീർച്ചയായിട്ടും കർത്താവ് ഇടപെട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ കൃപയൊക്കെയാൽ അത് നടത്തട്ടെ. ഇനിയും നന്മകളാൽ ദൈവം നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, ജനുവരി 10 നടന്ന എന്നെ ചോദിച്ചറിഞ്ഞ ബ്രദറെ, ആ മീറ്റിംഗ് 10-ാം തീയതിയിൽ എനിക്ക് തോന്നുന്നത് ലൈവ് ബ്രദറെ അവിടെ ഉണ്ടോ എന്ന് നോക്കണേ. സിനു ബ്രദറിന്റെ ഒരു മെസ്സേജ് ഇപ്പൊ കണ്ടു. എനിക്ക് വന്നത് എപ്പോഴും ഞാൻ മിന്നായം പോലെ കണ്ടായിരുന്നു. 10-ാം തീയതിയിലെ ലൈവിന്റെ അകത്ത് നമ്മുടെ ലൈവ് സ്ട്രീമിൽ യൂട്യൂബിൽ നോക്കിയിട്ട് യൂട്യൂബിൽ ലൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പം 10-ാം തീയതിയിലെ ഡേറ്റ് നോക്കിയാൽ മതി, അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്ലോഡ് എന്തോ ബ്രദർ അതിൽ ലൈവിലില്ല. ഞാൻ നോക്കി, ഈ ഒരാഴ്ച ഫുള്ള് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, അതിലില്ല, ലൈവിലില്ല. ഇല്ലില്ല. ഫേസ്ബുക്കിൽ നോക്കിയായിരുന്നു ബ്രദറെ? ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ നോക്കിയില്ല. കുഴപ്പമില്ല. ഫേസ്ബുക്കിൽ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള നമ്മുടെ എംബ്ലം കാണുമ്പോൾ അറിയാലോ, ആ ഫേസ്ബുക്ക് പേജിൽ അല്ലതി കാണും, അതിൽ നോക്കിയാലും കാണും കേട്ടോ. ചിലപ്പോൾ ചില സമയത്ത് യൂട്യൂബ് ചിലപ്പോൾ കട്ടായി പോയാലും ഫേസ്ബുക്കിലോ ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ പോകുന്നതുകൊണ്ട് എവിടെയെങ്കിലും കാണും അത്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷ്യം പറയണമായിരുന്നു. പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓർഫനേജില് നവംബർ ഡിസംബറിൽ ഒരു ഫണ്ടിന്റെ ഒത്തിരി ഷോർട്ടേജ് വന്നായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, യേശുക്രിസ്തുവിന്റെ സമ്പത്തിൽ നിന്നും ആ ഷോർട്ടേജ് മാറാൻ പാത്രം ഡൊണേഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അതിനേക്കാളും ഡബിൾ ഫണ്ട് തന്നു. അതിനു വേണ്ടിയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്നിടത്ത് തമ്പുരാൻ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് തമ്പുരാൻ തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. ഇനിയും നന്മകളാൽ, അത് മാത്രമല്ല യേശുവിന്റെ കരത്തിൽ ഇറങ്ങിയ ആയുധമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. പറഞ്ഞു. എനിക്ക് വിഷയം ബ്രദറിന്റെ സൂമിൽ കൂടെ പറയാൻ പറ്റത്തില്ല, അത് ഞാൻ വാട്സപ്പിൽ ഇട്ടിരിക്കാം. ബ്രദർ ഒന്ന് നോക്കണേ. ഞാൻ നോക്കാം സിസ്റ്റർ. എനിക്ക് ഒന്നും കൂടെ അതൊരു നോട്ടിഫിക്കേഷൻ പോലെ അയച്ചോണേ. ഓക്കെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ പ്രത്യേകിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെയൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഇന്ന് വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. അവ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. വലിയ പ്രവൃത്തിയാൽ സ്വർഗം നിറയ്ക്കും. യേശു കൂടെ ഉള്ളതുകൊണ്ട് തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. അനേകർക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ തൊടുക തന്നെ ചെയ്യും.